പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മൾ നോമ്പിൻ്റെ മൂന്നാമത്തെ ഞായറാഴ്ച വരികയാണ്. മൂന്നാമത്തെ നോമ്പ് കാലത്തിൻ്റെ പടിപടിയായിട്ട് സ്നേഹത്തിൻ്റെ പരമാവിഷ്കാരമായ കുരിശിലെ ബലിയിൽ ദൈവപിതാവ് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കാൻ മാത്രം അധികമായി നമ്മെ സ്നേഹിച്ചതിൻ്റെ പൂർത്തീകരണമായിട്ട് കുരിശിൽ കാണുന്ന ബലിയെണ്ണം കാണുമ്പോൾ അങ്ങോട്ട് നമ്മൾ നടന്നെടുക്കാൻ കൈപിടിച്ച് കൊണ്ടുപോവുകയാണ് ആരാധനാക്രമത്തിലൂടെ. പലപ്പോഴും ആളുകൾ ധരിക്കുന്നത് സുവിശേഷ പ്രഘോഷണം മതപരിവർത്തനം എന്നാണെന്ന് പറയുന്ന കൊട്ടിഘോഷിക്കുന്ന പല സ്ഥലങ്ങളിലും ക്രൈസ്തവർക്കെതിരെ കൊട്ടിഘോഷിക്കുന്ന ഒരു വാക്ക് മതപരിവർത്തനമാണ്. വാസ്തവത്തിൽ സുവിശേഷം എന്നറിയാമെങ്കിൽ അങ്ങനെ വാക്കുപോലും ഉപയോഗിക്കത്തില്ല. സുവിശേഷം അറിയിക്കുക എന്നുള്ളത് ദൈവദത്തമായ കൽപ്പന. അതെന്താ അത് സ്നേഹിക്കുന്നു. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഈ എതിർക്കുന്ന വ്യക്തികളെയൊക്കെ ഉൾപ്പെടെ സ്നേഹിക്കുന്നു. സുവിശേഷ പ്രഘോഷണത്തിന് പലമായ രൂപങ്ങളുടെ സമൂഹം, അത് ക്രൈസ്തവ സമൂഹമാണെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ആരെയെങ്കിലും കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ആരെയെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അവർ വളരുകയും മറ്റുള്ളവരെ വളർത്തുകയും ചെയ്യല്ലേ ചെയ്യുന്നത്. ചരിത്രം അതല്ലേ നമ്മെ പഠിപ്പിക്കുക. അപ്പം അതുകൊണ്ട് ഇത് നന്മ അങ്ങ് വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ നന്മയുടെ അടിസ്ഥാനം ദൈവം തന്നെയാണ്. അവിടുന്ന് കരുണയും രക്ഷാകര ചരിത്രത്തിൽ അടിസ്ഥാനപരമായ മനുഷ്യനെ അടിമത്തിൽ മോചിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. അവിടുന്ന് കൃപാലുവാണ്, അവിടുന്ന് കാരുണ്യവാനാണ്, കോപിക്കുന്ന വിമുഖനാണ്, അവിടുന്ന് തന്നെ തന്നെ നൽകി സ്നേഹിക്കുന്നവനാണ്, അനന്തമായി സ്നേഹിക്കുന്നവനാണ്. ഇതാണല്ലേ സുവിശേഷത്തിൻ്റെ അടിത്തറയെന്ന് പറയും. അത് അവിടെ ഏറ്റു നിൽക്കാൻ ലോകം മുഴുവൻ പോയി നിങ്ങൾ പ്രസംഗിക്കാൻ പറഞ്ഞതാണ്. പക്ഷെ അതിലേക്ക് രക്ഷാകര ചരിത്രം വളർന്നു വരുന്നതിൻ്റെ ഭാഗങ്ങളാണ് ഓൾഡ് ടെസ്റ്റമെൻ്റിൽ നാം കാണും. അപ്പം അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ നാം വിചാരിക്കണം, അവിടെയും ഒരു മതത്തിൻ്റെ ഭാഗമായിട്ട് ആരെയും ചേർക്കുന്ന ഒരു പ്രക്രിയ ഒരിടത്തും കാണുന്നില്ല, ഒന്നുമില്ല. ആളുകൾ അട്രിബ്യൂട്ട് ചെയ്യുന്നത് മാത്രമല്ലേ ഉള്ളൂ. സുവിശേഷം കേട്ട് കഴിയുമ്പോൾ ഈശോ എന്ന വ്യക്തി ഹൃദയത്തെ സ്പർശിച്ച് കഴിയുമ്പോൾ ആ വ്യക്തിത്വത്തിലൂടെ കവിഞ്ഞൊഴുകുന്നതായ ദൈവത്തിൻ്റെ കരുണ ഹൃദയത്തിന് ആശ്വാസവും സമാധാനവും നൽകുകയും അതിൻ്റെ ഫലമായി ജീവിതത്തിൻ്റെ മോട്ടിവേഷൻ വ്യക്തമായി ലക്ഷ്യബോധം തെളിഞ്ഞിട്ട് അധ്വാനിക്കാനും നന്മ ചെയ്യാനും മറ്റുള്ളവർ കരുണ കാണിക്കാനും ഉൾപ്രേരണ ഉണ്ടാകുന്നത് അതെല്ലാവർക്കും നല്ലയുള്ള കാര്യമല്ലേ. അപ്പം അതുകൊണ്ട് മതപരിവർത്തനം എന്ന് പറഞ്ഞ് നിരന്തരം ആവർത്തിക്കുന്ന ആളുകളെ നിങ്ങൾ അതിൻ്റെ അകം അതറിഞ്ഞ് ആന്തരികമായി അതിൻ്റെ വ്യാപാരം മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ നിങ്ങൾക്കും നല്ലതാണ്. കാരണം നിങ്ങൾക്കും വേണ്ടിയിട്ട് തന്നെ ആ രക്ഷാകര രഹസ്യം ദൈവത്തിൻ്റെ സ്നേഹം ചുരുളഴിയും. നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ വായനകളാണെങ്കിലും ശരി, ഏറ്റവും എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം രക്ഷാകര ചരിത്രത്തിൽ ദൈവം കൽപ്പന കൊടുത്തപ്പം പ്രധാനപ്പെട്ട സംഗതി ആ കൽപ്പന സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്. ദൈവത്തെ സ്നേഹിക്കണം, പരസ്പരം സ്നേഹിക്കണം. പരസ്പരം സ്നേഹിക്കുന്നതിൻ്റെ അനുകമ്പയുടെ വളരെ കൃത്യമായ അനുശാസനങ്ങളാണ് ആദ്യത്തെ വായനയിൽ കടന്നു വരിക. നടപടി നിയമാവർത്തന പുസ്തകത്തിൽ 15 അധ്യായം 7-15 വാക്യങ്ങളിൽ ഉദാരമായി സംഭാവന ചെയ്യണം. പാവങ്ങൾക്ക്, ആവശ്യക്കാർക്ക്, ദരിദ്രന് നന്മ ചെയ്യണം എന്ന് പറയുന്ന ഭാഗമാണ്. നമ്മളതൊന്ന് ശ്രദ്ധിച്ച് നോക്കുകയും നിങ്ങളുടെ അയൽക്കാരൻ അല്ലെങ്കിൽ നിങ്ങളുടെ അന്യദേശത്ത് നിങ്ങൾ ചെന്ന് എത്തിക്കഴിയുമ്പോഴാണെങ്കിൽ അവിടുത്തെ പട്ടണങ്ങളിൽ ഏതെങ്കിലും ഒരു സഹോദരൻ ദരിദ്രനായിട്ടുണ്ടെങ്കിൽ, അതാണ് അടിവരയിട്ട് വേണം, ദരിദ്രനായിട്ടുണ്ടെങ്കിൽ നീ നിൻ്റെ ഹൃദയം കഠിനമാക്കരുത്. ഇതാണ് ദരിദ്രനോട് അനുകമ്പ വേണമെന്നാണ്. അതുകൊണ്ട് അവന് സഹായം നീ നിർവഹിക്കുന്നതിൽ മടി കാണിക്കരുത്. അവനാവശ്യമുള്ളത് എന്തു തന്നെയായാലും ഉദാരമായി വായ്പ കൊടുക്കണം. അതിശക്തമായ കട്ടിയായ കൽപ്പനയത്. നമുക്കറിയാം, ജീവകാരുണ്യ പ്രവർത്തനം സഭയുടെ എന്ന് പറയുന്നത് ആരെയും കാണിക്കാൻ വേണ്ടിയുള്ളതല്ല. ആ സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ സ്വാഭാവികമായിട്ട് ഉരുത്തിരിയുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവമാണ് നിന്നെ മോചിപ്പിച്ചതെങ്കിൽ നീ ആ മോചനം സ്വീകരിച്ചിട്ട് ആ മോചനം മറ്റുള്ളവർക്ക് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ലേവാന പുസ്തകത്തിൽ, നിയമാവർത്തന പുസ്തകത്തിലൊക്കെ നീ 6 വർഷം ജോലി ചെയ്ത് 1 വർഷം മുഴുവൻ ആ കൃഷിസ്ഥലം അത് വിശ്രമത്തായിട്ടിടുകയും അത് പാവപ്പെട്ട ദരിദ്രർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ വിള എടുക്കാൻ അനുവദിക്കുകയും ചെയ്യണം. 7-ാം വർഷം സാപത്ത് വർഷമാണെങ്കിൽ നീ ആർക്കെങ്കിലും വായ്പ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇളവ് ചെയ്യണം. ഇങ്ങനെയുള്ളതൊക്കെ അതിശക്തമായ പ്രബോധനങ്ങൾ അടിസ്ഥാനപരമായ ആരംഭം തൊട്ട് തന്നെ ഉണ്ടായിരുന്നതാണ് കർത്താവിൻ്റെ സ്നേഹത്തിൽ വന്ന് ഏറ്റി നിൽക്കുന്നത്.
അപ്പം അതുകൊണ്ട് പുതുതായിട്ടൊന്നും ആരും ഈ വിശ്വാസ സമൂഹത്തെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ജീവകാരുണ്യ പ്രവർത്തനം എന്താണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാനോ പ്രശംസ കിട്ടാനോ കീർത്തിക്ക് വേണ്ടി ഒന്നുമല്ല. അത് ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് എടുത്തതെന്ന് പറയും. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നീ ധർമ്മദാനം ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മോചനത്തിൻ്റെ വർഷമായ 7-ാം മാസം അടുത്തിരിക്കുന്നു എന്ന് നിന്റെ ദുഷ്ടഹൃദയത്തിൽ ചിന്തിച്ച് ദരിദ്രനായ സഹോദരൻ്റെ നിഷ്കരണം വീക്ഷിക്കുകയും അവന് ഒന്നും കൊടുക്കാതിരിക്കുകയും അരുത്. കൽപ്പന വന്നപ്പം മനുഷ്യറിയാം, സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള ആൾക്കാർ 7-ാം വർഷം വരുമ്പോഴത്തേക്കും സഹായം അത് വായ്പ കൊടുത്തവനെ അത് റദ്ദ് ചെയ്തിട്ട് അവനെ അത് ഇളവ് ചെയ്ത് കൊടുക്കണമെന്ന് നിയമമുള്ളത് കൊണ്ട് 7-ാം വർഷം അടുത്ത് വരുന്നതുകൊണ്ട് നീ കൊടുക്കാതിരിക്കരുതെന്ന്, അവൻ്റെ സഹായത്തിൻ്റെ ആവശ്യാനുസരണം നീ കൊടുക്കണമെന്ന്. അത് നിൻ്റെ ദുഷ്ടഹൃദയം ആയിപ്പോകരുത്. എന്നിട്ട് പറയാം, അവൻ നിനക്കെതിരായി കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുകയും അങ്ങനെ അത് നിനക്ക് പാപമായി തീരുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചോളാൻ. ഇവിടെ ശിക്ഷാവിധി വരുന്നത് കർത്താവിൽ നിന്നാണ്. അതായത് നീ ആവശ്യമുള്ള സമയത്ത് അവൻ്റെ സഹോദരന് ഉപകാരം ചെയ്തില്ലെങ്കിൽ അവൻ്റെ ഹൃദയം വേദനിക്കും. നിനക്ക് ചെയ്യാൻ കഴിയുമായിരുന്നിട്ട് നിൻ്റെ കരമൊന്ന് നീട്ടിക്കൊടുത്താൽ ആ മനുഷ്യൻ കയത്തിൽ നിന്ന് കടന്നു പോകുമായിരുന്നിട്ട് നീ ഒരു വാക്ക് പറഞ്ഞാൽ ആ ബാങ്ക് ഇവൻ്റെ ജപ്തി ഒന്ന് മാറ്റി വയ്ക്കുമായിരുന്നിട്ട് നീ ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ അവന് സാവകാശം കൊടുക്കുമായിരുന്നിട്ട് നിൻ്റെ അടുത്ത് വന്നിട്ട് നീ അല്പം പോലും ഒരു അനുകമ്പ കാണിക്കാൻ പറഞ്ഞു വിട്ടുവെങ്കിൽ നിൻ്റെ ഹൃദയം കഠിനമാണ്. എത്രയോ ആളുകളെ കടം വാങ്ങിയിട്ട് ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ വല്ലാത്ത സാഹചര്യത്തിൽ വളരെ ആത്മാർത്ഥമായിട്ടുള്ള സാഹചര്യത്തിൽ അടയ്ക്കാൻ നിവൃത്തിയില്ലാണ്ട് വന്നിട്ടുള്ള ആത്മഹത്യ ഉണ്ടായത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ. കർഷകൻ എന്തിനാ ആത്മഹത്യ ചെയ്തു? കർഷകൻ ആത്മഹത്യ ചെയ്ത് ഉടൻ തന്നെ പെട്ടെന്ന് അവന് വായ്പാ സഹായം അനുവദിച്ച് വന്നില്ലേ? ഇതല്പം നേരത്തെ ആയിരുന്നെങ്കിലോ? അപ്പം അതുകൊണ്ട് നീ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതാണ്. അവനത് നിനക്ക് പാപമായി തീരും. അതുകൊണ്ട് നീ സൂക്ഷിക്കണം. നീ അവൻ ഉദാരമായി കൊടുക്കണം. അതിൽ നീ ഖേദിക്കരുതെന്ന് പറയുന്ന ഭാഗമാണ്. നിയമാവർത്തന പുസ്തകം 15-ാം അധ്യായം 7-15 വാക്യങ്ങൾ മറ്റ് പലതിൻ്റെയും തുടർച്ചയായിട്ട് വന്ന് കിട്ടിയിരിക്കുന്നതാണ്. നിന്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളും നിന്നെ അനുഗ്രഹിക്കും. അങ്ങനെയാണ് നീ പോകുന്നതെങ്കിലേ അനുഗ്രഹം നിൻ്റെ കൂടപ്പുറപ്പായിരിക്കും. നീ നിൻ്റെ അയൽക്കാരൻ നന്മ ചെയ്യുന്നവനാണെങ്കിൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാത്ത തലങ്ങളിൽ നിന്ന് നിനക്ക് അനുഗ്രഹം കിട്ടും. നീ ഉപകാരം ചെയ്യുന്നവനാണെങ്കിൽ നിൻ്റെ വേണ്ട സമയത്ത് ഉപകാരികൾ അറിയാതെ തന്നെ ഓടിയെത്തും. അപ്പോൾ അതുകൊണ്ട് ഭൂമിയിൽ ദരിദ്രർ എന്നും ഉണ്ടായിരിക്കും. ആകയാൽ നിൻ്റെ നാട്ടിൽ വസിക്കുന്ന അഗതിയും ദരിദ്രനുമായ നിൻ്റെ സഹോദരന് വേണ്ടി കൈ അയച്ച് കൊടുക്കുക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കും. കൽപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കും. ആദ്യ പ്രമാണം ആദ്യഘട്ടങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്നതാണ്. പലപ്പോഴും സാഹചര്യങ്ങളുണ്ടല്ലോ. അറുത്തെടുത്ത് ഉപ്പ് വെക്കില്ലാത്ത മനുഷ്യരെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ കുടുംബങ്ങളിലെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെ പഠിപ്പിച്ച് വ്യത്യസ്തമായ രീതിയിലല്ലേ എപ്പോഴും ഒരാൾക്ക് വേണ്ടിയെന്ന് കൂടുതലൊന്ന് ഭക്ഷണം അത് ക്രമീകരിച്ച് വെച്ചേക്കാൻ നമ്മുടെ അമ്മമാർ ശ്രദ്ധിച്ചിരുന്നില്ലേ? ആരെപ്പോഴാണ് വരുന്നതെന്ന് അറിയാൻ പാടില്ല. ചിലപ്പം വരുന്നത് ഒരു നിവൃത്തിയില്ലാത്ത സാധാരണ ധർമ്മം ചോദിച്ച് വരുന്ന ആളായിരിക്കും. ഏതെങ്കിലും തരത്തിൽ ആവശ്യക്കാരും കിടന്നു എന്ന് വരാം. നമ്മുടെ അമ്മമാർക്ക് ആ ശ്രദ്ധയും കരുണയും ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ പരിശീലിപ്പിച്ച് അമ്മമാരുടെ മക്കളെ കരുണ കാണിക്കും. പലപ്പോഴും ചില ആളുകൾ പറയാറുണ്ട്, ഇത് മനുഷ്യപ്പറ്റില്ലാത്തവനാണ്, ഒന്നും കൊടുക്കില്ല. ഞാൻ പറയാതെ അവൻ്റെ കുറ്റമല്ല, അവനെ പരിശീലിപ്പിച്ച് അവൻ്റെ അമ്മയിൽ നിന്ന് അവന് കിട്ടിയിട്ടില്ലത്. അമ്മയിൽ നിന്ന് കിട്ടിയിട്ടുള്ളവൻ കൊടുക്കാതിരിക്കത്തില്ല. കാരണം അവനെ പരിശീലിച്ചത് അങ്ങനെയാണ്. സ്വാതന്ത്ര്യാനന്തര ഘട്ടങ്ങളിലേക്ക് പട്ടിണി വന്ന ഘട്ടങ്ങളിൽ എന്തുമാത്രം ദാരിദ്ര്യ ആൾക്കാർ അവിടെ ഇവിടെയും സഹായം ചോദിച്ച് ഓടി വന്നിരുന്നു. അവിടെയൊക്കെ സാധാരണഗതിയിലുണ്ടായിരുന്ന സാമ്പത്തികമായിട്ട് അല്പമൊക്കെ മുന്നിട്ട് നിന്നിരുന്നവർ ചില ഭൂമുടമയായിരുന്ന ആൾക്കാരൊക്കെയാണ്. ഒരു നല്ല നിലയിൽ പോയിരുന്ന പലരും തന്നെ സുറിയാനി ക്രൈസ്തവർ തന്നെയാണ്. അവരുടെയൊക്കെ സമീപനങ്ങളിൽ വന്നിരുന്നപ്പോഴൊക്കെ അവർക്ക് വേണ്ടിയിട്ട് എന്തു തന്നെ കൊട്ട നിറയെ അവർക്ക് വേണ്ട വിധത്തിലുള്ള സാധനങ്ങൾ കൊടുത്തു വിട്ടിരുന്ന കണ്ടിരുന്നില്ലേ? ചക്കയും മാങ്ങായും മത്തങ്ങായും ഒക്കെ ആയിട്ട് വിളവെടുപ്പ് ഭാഗങ്ങളൊക്കെ എടുത്ത് പാവങ്ങൾക്ക് കൊടുത്തിരുന്നത് കണ്ടിരുന്നില്ലേ? അങ്ങനെയല്ലേ നമ്മളൊക്കെ കണ്ട് പരിശീലിച്ച് കൊടുക്കണം പഠിച്ചത് എവിടെ നിന്നാണ്? അത് അപ്പനമ്മ പരിശീലിപ്പിച്ചതല്ലേ. അവിടെ ഒന്ന് സഹായത്തിന് വന്നിരിക്കുന്ന കുലത്തൊഴിലുകാരൻ അവന് തൊഴിൽ കഴിഞ്ഞ് പോകാൻ നേരത്ത് ചുമ്മാ 10 പൈസ എടുത്ത് അല്ലെങ്കിൽ ഒരു 2 രൂപ എടുത്ത് കൊടുക്കുകയായിരുന്നല്ലോ ചെയ്തത്. അവന് ഒരാഴ്ചത്തേക്ക് കഴിയാനുള്ള സാധനങ്ങൾ കൊടുത്തു വിടുകയല്ലേ ചെയ്തിരുന്നത്. അവർക്ക് അതിനകത്തൊരു പിശുക്ക് കാണിച്ചിരുന്നല്ലോ? ഒരിക്കലും കാണിച്ചിരുന്നില്ല. അവൻ്റെ ജീവിതത്തിന് ആവശ്യമായത് കൊടുത്തു വിടുക. ഇവിടെ കൊടുക്കാൻ വഴി ഉണ്ടല്ലോ, ദൈവം തന്നതല്ലേ, ആ ബോധ്യത്തിൽ കൊടുത്തിരുന്നതല്ലേ. ഇത് നമ്മുടെ പാരമ്പര്യമായിരുന്നത്. പിന്നീട് വന്ന് നമ്മൾ പുതിയ തലമുറ വന്നു കഴിയുമ്പോൾ ആർക്കൊന്നും കൊടുക്കില്ലാതെ, ഇൻട്രാക്ഷനും ഇല്ലാതെ, ബന്ധവുമില്ലാതെ, പാവങ്ങളോട് അനുകമ്പയില്ലാതെ മക്കളെ വളർത്തരുത് കേട്ടോ, അപകടമാണ്. പാവങ്ങളോട് കരുണയില്ലാതെ വളർത്തിക്കൊണ്ട് വരുന്ന ആ ഒരിക്കലും
അവൻ്റെ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കില്ല. കൊടുത്തെങ്കിൽ മാത്രമേ ഹൃദയത്തിൽ ശാന്തിയും സമാധാനവും കിട്ടുകയുള്ളൂ. കൊടുക്കുന്നവന് ആശ്വാസമാണ്, ആനന്ദമാണ്, ജീവനാണ്. അതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് പറയുക, അപ്പം നിൻ്റെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ ഹെബ്രായ സഹോദരനോ സഹോദരിയോ നിനക്ക് ഏതെങ്കിലും തരത്തിൽ നീ വിൽക്കപ്പെടുക അടിമയൊക്കെ ചെയ്താൽ, 6 വർഷം സേവിക്കുകയും ചെയ്താൽ, നീ 7-ാം വർഷം അവനെ സ്വാതന്ത്ര്യം നൽകണം. സ്വാതന്ത്ര്യം നൽകുമ്പോൾ വെറും കൈയോടെ പറഞ്ഞയക്കരുത്. നിൻ്റെ ആട്ടിൻ പറ്റത്തിൽ നിന്നും, നിൻ്റെ മെതിക്കളത്തിൽ നിന്നും, നിൻ്റെ മുന്തിരിച്ചക്കിൽ നിന്നും അവന് ഉദാരമായി നൽകണം. കണ്ണത്തെ സമ്പത്തൊക്കെയാണ് ആട്ടിൻ പറ്റവും മെതിക്കളവും അതുതന്നെ മുന്തിരിച്ചക്കൊക്കെ പ്രധാനപ്പെട്ട സംഗതി. അതിൽ നിന്ന് ഉദാരമായി നൽകണമെന്ന് ഇവിടെ എടുത്തു പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്നറിയും? നിൻ്റെ ഹെബ്രായ സഹോദരൻ എന്ന് പറഞ്ഞാൽ പൗലോസ്ലീഹായും പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്, വിശ്വാസത്തിൽ എല്ലാവർക്കും നന്മ ചെയ്യണം, പ്രത്യേകിച്ച് വിശ്വാസത്തിൽ ഒന്നായിരിക്കണം നന്മ ചെയ്യണം. സാമുദായീകരണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിനർത്ഥമുള്ള കാര്യം തന്നെയാണ്. ഒന്നിച്ച ഒരൊറ്റക്കെട്ടായിട്ട് ഐക്യദാർഢ്യം നിന്നെങ്കിൽ മാത്രമേ കൂടുതൽ നന്മ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആത്മബന്ധമുണ്ടെങ്കിലല്ലാത്ത ഒരു ശക്തി ഉണ്ടാവുകയുള്ളൂ. ഇത് നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യമല്ലേ? ഒരേ വിശ്വാസത്തിലുള്ള ആൾക്കാർ, ഒരേ തരത്തിൽ ചിന്തിക്കുന്ന വേവിലങ്ങുള്ളവരും, ഒരേ ധാർമ്മികതയുള്ളവരും അവരൊന്നിച്ചു ചേർന്ന് പരസ്പരം അവരുടെ സമൂഹത്തിൽപ്പെട്ടവരെ ഉദ്ധരിക്കാൻ ശ്രമിക്കണം. അതിനകത്ത് ഇടുങ്ങിയ മനസ്സതിയൊന്നുമില്ല. അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, അത് ചെയ്യേണ്ടതാണ്. ആ അവബോധം ഉണ്ടാകണം. അതിന് സാമുദായിക ബോധം എന്ന് പറയുന്നത് അതൊരു ചുരുങ്ങിയ മനോഭാവമാണെന്ന് ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒന്നിച്ച് വന്നെങ്കിൽ മാത്രമേ ഒന്നിച്ച് നന്മ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരുമയോട് ജീവിച്ചെങ്കിൽ അത് ഒരുമയോട് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അത് അങ്ങനെയാണല്ലോ നമ്മൾ പരിശീലിച്ച് വന്നത്. ഒറ്റക്കെട്ടായിട്ട് പലപ്പോഴും നാട്ടുഘട്ടങ്ങളിലൊക്കെ ഇടവകയോട് ചേർന്ന് വിയാറ്റ് നേതൃത്വത്തിൽ ഒന്നിച്ചു ചേർന്നിരുന്ന സമൂഹം, ആ ഒരുമയിൽ നിന്നല്ലേ ഈ വളർച്ചയുണ്ടായത്, ആ ഒരുമയിൽ നിന്നല്ലേ കുഞ്ഞുങ്ങൾ പഠിച്ചു വളർന്നത്, ആ ഒരുമയിൽ നിന്നല്ലേ സമൂഹത്തിലേക്ക് വെളിച്ചം വന്നത്, ആ ഒരുമയിൽ നിന്നല്ലേ സംസ്കാരം വളർന്നത്, ആ മാന്യത ഉണ്ടായ ഇവിടെ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് പരസ്പരം കൊടുക്കുന്നതിലൂടെയും പരസ്പരം സഹായിക്കുന്നതിലൂടെയും നാം വളരുകയാണെന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകിയ ദാനങ്ങൾക്കനുസരിച്ച് നീ അവന് കൊടുക്കണം. നിൻ്റേതല്ലല്ലോ വസ്തുവകളെ, കർത്താവിൻ്റേതല്ലേ. നീ ഒന്നും കൊണ്ടുപോകില്ലല്ലോ. അത് നീ കൊടുക്കാൻ പഠിക്കണമെന്നേ. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്നേ. നീ പിശുക്കോടൊരു സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ എത്ര കാലത്തേക്കാണ്? നീ ഈ ഭൂമിയിൽ എത്ര കാലത്തേക്കാണ്? വിധിയായ മനുഷ്യ, ഇന്ന് രാത്രി എൻ്റെ ആത്മാനെ തിരിച്ചു വിളിച്ചാൽ നീ എന്നാ ഈ സമ്പത്തൊക്കെ ചോദിക്കുന്ന ചോദ്യം നമുക്ക് പ്രസക്തമായൊന്നുമല്ലേ? നമുക്ക് പ്രസക്തമല്ലേ? നമുക്ക് ജീവിക്കാനുള്ള വക പോരെ? അതുണ്ടാവണമല്ലോ, അതുണ്ടാവണം. അതിന് സൂക്ഷ്മത ആവശ്യമാണ്. പക്ഷേ അതിന് മിച്ചമുള്ളത് ഒരു പാവപ്പെട്ടവന് അവനെ സഹായിക്കാൻ കൊടുത്താൽ നിൻ്റെ അന്ത്യസമയത്തിൽ അവനായിരിക്കും കൂട്ടത്തിലുണ്ടായിരിക്കുക. ആ കാര്യം മറന്നു പോകരുത്. നമ്മൾ കൈ അയച്ച് സഹായിച്ചാൽ നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടുകയില്ല. അപ്പം അതുകൊണ്ട് നീ ഒരിക്കൽ ഈജിപ്തിൽ അടിമയായിരുന്നു എന്ന കാര്യം, അതുകൊണ്ട് നിന്റെ ദൈവമായ കർത്താവാണ് നിന്നെ രക്ഷിച്ചതെന്ന കാര്യം നീ ഓർക്കണം. അതിനാലാണ് ഇന്ന് ഞാൻ ഈ കൽപ്പന നിനക്ക് തരുന്നതെന്ന് പറയുമ്പോൾ നിത്യം പ്രസക്തമായുള്ള കൽപ്പനയല്ലേ അത്? അതായത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ കുടുംബങ്ങളിൽ ഈ ചൈതന്യം വാസ്തവത്തിൽ കുറഞ്ഞു പോകുന്നില്ലേ എന്ന് ആത്മാർത്ഥമായിട്ട് സംശയിക്കേണ്ടതുണ്ട്. സ്വാർത്ഥത പെരുകിയിട്ട് സമ്പാദിക്കാൻ ആർത്തി വന്നിട്ട് ആക്രാന്തം മൂത്തിട്ട് അത്യാഗ്രഹമായിട്ട് മറ്റുള്ളവൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പ് നടത്തി പണം പിടുങ്ങിയിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ രക്ഷപ്പെടുകയൊന്നുമില്ല, ചെന്ന് തകരുകയുള്ളൂ. നമുക്ക് ജീവിക്കാനുള്ള തമ്പുരാൻ തരും, ഒരു സംശയവും വേണ്ട. അധ്വാനിച്ചാൽ തരിക തന്നെ ചെയ്യും. അതേസമയത്ത് നിങ്ങൾക്ക് ആവോളം അവനും ജീവിച്ച് കഴിഞ്ഞിട്ട് മിച്ചം നിന്നുള്ളത് നിൻ്റേതല്ലെന്ന്, അത് പാവങ്ങൾ കൂടി അവകാശപ്പെട്ടതാണെന്നേ. അത് കൊടുക്കാൻ നീ തയ്യാറാകാൻ നീ വീണ്ടും മാർത്തിയോടെ ഉണ്ടാക്കിയ പണം പോരാഞ്ഞ് വീണ്ടും അത്യാഗ്രഹത്തോടെ നീ വീണ്ടും കെട്ടിപ്പടുക്കാൻ വേണ്ടി ആർത്തിയോടെ കൂമ്പാരത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ അതിഭയങ്കരമായുള്ള തുകയുടെ അമ്പർ വർദ്ധിപ്പിക്കാൻ നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഉരിഞ്ഞെടുക്കം ഒരറ്റായിക്ക് നീ താഴെ വീണ് തകർന്നു. നീ ഉണ്ടാക്കിയ സമ്പത്താർക്ക് വേണ്ടിയാണ്. ഇത്രയല്ലേ ഉള്ളൂ നീ. അതുകൊണ്ട് ഉള്ളത് കൊടുക്കാൻ പഠിക്കുക സഹോദരൻ, നല്ലത് ഉള്ളത് കൊടുക്കാൻ പഠിക്കുകയാണ്. ഇപ്പം നമുക്ക് മനസ്സിന് സന്തോഷവും സമാധാനവും കിട്ടുക തന്നെയല്ല, ആ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വിളിയുണ്ടല്ലോ, അത് വലിയ നിസ്സാര കാര്യമൊന്നുമല്ല. ആത്മാവിൻ്റെ ആ മനുഷ്യൻ്റെ പ്രാർത്ഥനയുണ്ടല്ലോ, നിനക്ക് എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, നിനക്ക് ഫലം തരും, അതിന് സംശയം വേണ്ട. അതുപോലെ സാപത്ത് വർഷം ഭൂമിയൊക്കെ വെറുതെ ഇടണമെന്ന് അന്ന് പഠിപ്പിച്ച് വെറുതെ പറഞ്ഞതൊന്നുമല്ല. അതായത് പാവപ്പെട്ടവന് കിട്ടണം, അവന് വഴിയാധാരമാകാൻ പാടില്ല. അപ്പോൾ ദരിദ്രൻ്റെ വിളവെടുപ്പിന് സമയത്ത് അവിടത്തിനെ പറ്റി പറഞ്ഞില്ലേ, നീ കാറ്റ് കെട്ടിക്കഴിയുമ്പോൾ ഒന്ന് താഴെ പോയെങ്കിൽ എടുക്കാൻ പോരുമെന്ന്. അത് പാവങ്ങൾക്കും ദരിദ്രർക്കും വിധവകൾക്കും ഉള്ളതാണ്, എടുക്കാൻ പോകണ്ട. നീ മുന്തിരിയെല്ലാം പിഴിയുമ്പോൾ മുഴുവൻ കുലുക്കി കിടന്ന് മുഴുവൻ പറിച്ചുകൊണ്ട് പോകരുതെന്ന്, കുറേ അവിടെ ഇട്ടേക്കണമെന്ന്, പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നീ കാലാപെറുക്കാൻ പോകണ്ടെന്ന്, ഈ കാലാപെറുക്കുന്നത് അങ്ങനെ പാവങ്ങൾക്കുള്ളതാണ്. അത്രയും ആൾക്കാരോട് ജീവിക്കുന്നു.
അങ്ങനെയാണെങ്കിൽ ദൈവം തന്ന സമ്പത്ത് ദൈവത്തിൻ്റെ തന്നെ അംഗീകരിക്കുന്നതാണ് ഈ കൊടുങ്ങുമുഖനം. സാമൂഹികമായിട്ട് നമ്മുടെ മനോഭാവം വളരെ കൃത്യമായിട്ട് നമ്മൾ പാലിക്കാനായിട്ട് കടപ്പെട്ടതാണ്. അതുകൊണ്ട് പാവപ്പെട്ടവൻ്റെ നിലവിളി, അതുകൊണ്ട് അവൻ്റെ എല്ലാം നമ്മൾ ദൂർത്തടിച്ച് കൊടുത്തിട്ട് അവൻ്റെ അലസതയെ വളർത്താൻ വേണ്ടിയിട്ടല്ല, ആവശ്യക്കാരെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട്. കളിപ്പീരും കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. കളിപ്പീരും നടക്കുന്ന ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയല്ല ഈ പറയുന്നത്. ഒരു കൈ നീട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്, എത്രയോ കുഞ്ഞുങ്ങളുണ്ട്. ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ താല്പര്യപ്പെട്ട് വരുമ്പോൾ വളരെ കൃത്യമായി, വളരെ കൃത്യം, ധാരാളം അനുഭവങ്ങളുള്ളതുകൊണ്ട് പെട്ടെന്ന് പറയുക, സാധാരണഗതിയിൽ വൈദികർ കൈകൾ കൊണ്ട് എത്ര ആൾക്കാരെ പാവങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നത്. എന്തെല്ലാം കാര്യം ഞങ്ങൾ കുറ്റം പറഞ്ഞാലും സമൂഹം ഭരിച്ചാലും ശരി, ഓടി അണയുന്നത് ഈ ലോഹീറ്റയാളിൻ്റെ അടുത്തേക്കാം. എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. ഒന്നും അല്ലെങ്കിൽ ഒരു ആശ്വാസം കിട്ടും. അവിടെ വന്ന് ഇരുന്നാൽ മതി, കയ്യിലൊന്നും ഇല്ലെങ്കിൽ ചെയ്യുക, എനിക്ക് സമാധാനമായെന്ന് പറയും. എണീറ്റ് പോകുന്ന കണ്ടിട്ടുണ്ട്. സമാധാനമായി, കാരണം എൻ്റെ വിഷമങ്ങൾ ഒരാഴ്ച കേട്ടല്ലോ, കേൾക്കാനുള്ള മനസ്സുണ്ടല്ലോ. ഇതില്ലാത്ത വൈദികരുണ്ട്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ നിന്ന് കിട്ടിയില്ല. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് കൊടുത്തില്ല, അമ്മ കൊടുത്തില്ല. മനുഷ്യനെ കണ്ടാൽ മാറി നിൽക്കുന്ന മാറിപ്പോകുന്ന വൈദികരൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവരും അങ്ങനെയൊന്നുമല്ല. ഒരു തരത്തിൽ തന്നെ സന്ദർശിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്. ഇടവ വികാരിയായിട്ട് വന്നു കഴിയുമ്പോൾ അവിടെ അടച്ചുപൂട്ടിയ പോലെയായി, മനുഷ്യൻ അങ്ങോട്ട് കയറി ചെല്ലാൻ വിഷമമായി, വിമുഖതയായി, ഒരു തരത്തിൽ തന്നെ കേൾക്കില്ല, കാരണം കേൾക്കാൻ ഇഷ്ടമില്ല. ആരെയും അങ്ങോട്ട് പറഞ്ഞയച്ചേക്കണൊക്കെ സ്റ്റാഫിനോടും ഒക്കെ പറഞ്ഞയച്ചേക്കും, അങ്ങോട്ട് ആരും പറഞ്ഞയച്ചേക്കണം, എനിക്ക് സമയമില്ല, കേൾക്കാൻ നേരെയില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ട്. അത് അവരുടെ കുറ്റമൊന്നുമല്ല, അത് അവർക്ക് അമ്മയിൽ നിന്ന് കിട്ടിയിട്ടില്ല, വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ആ ഭൂരിപക്ഷം വൈദ്യരും അങ്ങനെയല്ല. മനുഷ്യനെ ആശ്രയിക്കുന്ന ഓടിച്ചില്ല. എന്താ ക്രൈസ്തവർ മാത്രമൊന്നുമല്ല, എത്രയോ അക്രൈസ്തവ ആളുകൾ കത്തോലിക്ക വൈദ്യൻ്റെ അടുത്ത് ചെല്ലും സഹായിക്കുന്ന എത്രയോ ആളുകൾ കൈനീട്ടി സഹായിക്കുന്നു. ഒരിക്കൽ ഒരു വലിയ SP എന്നോട് പറയുണ്ടായി, എൻ്റെ അച്ഛ ഈ നിലയിലെത്തിയിരും, ഞാൻ കഷ്ടപ്പെട്ട് ചെന്നപ്പോൾ ഞാൻ പാലാരമ്പനെ ചെന്ന് വയലിപ്പുഴ ചെന്നാണ് എൻ്റെ വിഷമം പറഞ്ഞപ്പോൾ, നീ പഠിച്ചോ, എന്തിനാണ് പഠിച്ചോ, ആ പഠിക്കുന്ന പൈസ മുഴുവൻ ഞാൻ തന്നോളാം എന്ന് ആ തിരുമേനി എന്നോട് പറയും. എന്നെ സഹായിക്കുകയും ചെയ്തുകൊണ്ട് അതിന് ദരിദ്രനായി ഞാൻ പഠിച്ച് ഇപ്പോൾ ഞാൻ SP എനിക്കൊരു അനുഗ്രഹം കിട്ടി. ഈ തിരുമേനി മരിച്ചപ്പോൾ ആ ചുറ്റുപാടും അതുപോലെ ആ കിടക്കുന്ന സ്ഥലമൊക്കെ അത് സംരക്ഷിക്കാനുള്ള ചുമതല എനിക്കാണ് കിട്ടിയിരിക്കുക. എനിക്കിതിനെയൊക്കെ ഭാഗ്യം എന്ന് പറഞ്ഞാലിപ്പോൾ മനസ്സിലോർക്കുക. അപ്പോൾ ഇതും എത്രാൻ അത്രയും ചെയ്തെങ്കിൽ മറ്റുള്ള വൈദികർ എന്തുമാത്രം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ ചെയ്തപ്പെട്ടിരുന്നത് എവിടെ നിന്നാണ്? ആരുടെ ഏതെങ്കിലും തരത്തിലുള്ള പഠിപ്പിച്ചിട്ടുള്ളതൊന്നുമല്ല, ദൈവിക വെളിപാടിൽ ലഭിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് കടമേറ്റാൻ നിവൃത്തിയില്ലാത്തവൻ അടിമപ്പണി ചെയ്യുമായിരുന്നു. ആ അടിമപ്പണി ചെയ്യുമ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുക ഒരു കാര്യമാണ്, അടിമപ്പണി ചെയ്യാനായിട്ട് നിനക്ക് കടം വീട്ടാൻ നിൽക്കുന്നതിൻ്റെ സഹോദരൻ വന്നെങ്കിൽ 6-ാം വർഷം അവന് വെറുതെ വിട്ടേക്കണം. അത് തീർച്ചയായിട്ടും അവന് വിടുതൽ കൊടുക്കണം. വെറുതെ വിട്ടാൽ മാത്രം പോരാ, അവന് കൊടുക്കാനുള്ള കൊടുത്തു വിടണം. നിൻ്റെ ആടുപാടിൽ നിന്ന്, നിൻ്റെ മുന്തിരിച്ചക്കിൽ നിന്ന്, നിൻ്റെ സമ്പത്തിൽ നിന്ന് അവന് കൊടുത്തയക്കണമെന്ന് കണ്ടില്ലേ? പണ്ട് കാലങ്ങൾ നമ്മുടെ കുടുംബങ്ങളൊക്കെ വന്നു പോകുന്ന പാവങ്ങൾക്ക് വല്യപ്പന്മാരും കൊടുത്തിരുന്ന സഹായങ്ങൾ കണ്ടില്ലേ? തലച്ചുമട്ട് നിറച്ച് 2 ആഴ്ചത്തെ കഴിയാനുള്ള വസ്തുക്കളാണ് കൊടുത്തു വിടുന്നത്. ധാരാളം കൃഷിസ്ഥലങ്ങളുള്ള കുടുംബത്തിലെ വന്നിരിക്കുന്നത്. അവിടെ ഒന്ന് ചെറിയൊരു സഹായം ചെയ്ത് കാണും, കുലത്തൊഴിലനുസരിച്ച് എന്തെങ്കിലും പ്രവൃത്തി ചെയ്ത് കാണും, കൊടുത്തു വിടുന്നത്. ഇങ്ങനെയൊക്കെ നമ്മുടെ പാരമ്പര്യം ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഓർക്കേണ്ടതാണ്. പുതിയ തലമുറ കൊടുക്കാൻ അമ്മമാർ പഠിപ്പിക്കണേ എന്ന് അഭ്യർത്ഥിക്കുക. കൊടുക്കാൻ പഠിപ്പിക്കണേ, കുഞ്ഞുനാളോട്ട് പഠിപ്പിക്കണേ. അങ്ങനെ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ മക്കൾക്ക് ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ എല്ലാം എനിക്ക് വേണം, എൻ്റെ മോനെ എപ്പോഴും ഫസ്റ്റ് ആയിരിക്കണം, ഫസ്റ്റ് റാങ്ക് ആയിരിക്കണം ഒക്കെ സമ്മതിച്ചു തന്നു. പക്ഷേ ആ കൂടെ എൻ്റെ മോനെ കാരുണ്യ പ്രവർത്തികൾ മുൻപന്തി നിൽക്കണം എന്നുകൂടി ചിന്തിക്കേണ്ടതല്ലേ? ആത്മാർത്ഥമായിട്ട് ചിന്തിക്കേണ്ടതല്ലേ? ചെറിയ തുകകൾ ഈ മാത്രം പണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊണ്ട് ചിലവഴിക്കുന്ന അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ലേ? ഈ ചിലവഴിക്കുന്ന മുട്ടായി മേടിച്ച് കളയുന്ന ഇതുപോലെ ധൂർത്തടിച്ച് കളയുന്ന ആ പണം എൻ്റെ പൊന്നു കുഞ്ഞെ നീ സൂക്ഷിച്ച് വെച്ച് നമുക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് പഠിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരാൾ നമുക്ക് സഹായിക്കാമല്ലോ, നമുക്ക് നീ അത് സൂക്ഷിച്ചു പോയി നമുക്ക് കൊടുക്കാമല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും ചെയ്യും അത് സഹായത്തിന്. അല്ലെങ്കിൽ പള്ളിക്കൂടം തുറക്കുന്ന അവസരത്തിൽ വസ്ത്രം മേടിക്കാൻ നിവൃത്തിയില്ല, യൂണിഫോം മേടിക്കാൻ നിവൃത്തിയില്ല, കുടമേടിക്കാൻ നിവൃത്തിയില്ല. എത്രയോ പാവപ്പെട്ട കുടുംബങ്ങൾ നമുക്കുണ്ട്. അതിൽ ഒരെണ്ണത്തിന് രട്ടെടുത്ത് ഞാൻ തന്നോളാം എന്നങ്ങ് പറയാൻ മനസ്സ് വെച്ചാൽ എന്തൊരു ഐശ്വര്യമുള്ള കാര്യമാണ്. ആ കുഞ്ഞിനെന്ത് സന്തോഷമായിരിക്കും. നിൻ്റെ മക്കൾ മക്കുന്ന പോലെ അവർക്ക് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കാൻ പണമില്ലെന്ന്, കാശില്ലെന്നേ. നിൻ്റെ വസ്ത്രങ്ങളിൽ നീ വാസ്തവത്തിൽ നിൻ്റെ മക്കൾക്ക് വസ്ത്രം എടുക്കുമ്പോൾ ഒരു പാവപ്പെട്ട ആ കുടുംബത്തിലൊരു കൊച്ചിനും കൂടി എടുത്താൽ അത് കൊടുക്കുകയാണെങ്കിൽ അതിന് എന്തൊരു ആനന്ദമായി. ചെയ്തിട്ടുള്ളത് തന്നെയാണ് പറയുന്നത്. ഒരു അവസരത്തിൽ ഭവനത്തിൽ ചെന്ന്
പാവപ്പെട്ട കുടുംബത്തൊക്കെ ഓർമ്മയുണ്ടാകുന്ന പഠിച്ച് 8ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിക്ക് അതിന് വീട്ടിൽ മക്കൾ കൂട്ടത്തിൽ അനുസരിച്ച് പഠിക്കുന്നവരെ വസ്ത്രം ധരിക്കാൻ നിവൃത്തിയില്ലാണ്ട് വന്നവൻ പള്ളിയിൽ വരാനേ നല്ല വസ്ത്രം ഇല്ലാഞ്ഞുകൊണ്ട് ഒരു പാവപ്പെട്ട വീട്ടിലേക്ക് ഇത് ആവശ്യം വന്നപ്പോൾ ഒരു സമ്പന്ന കുടുംബത്തിനോട് ഞാനിങ്ങനെ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. വൈദ്യൻ്റെ നാക്കിന് എന്തൊരു ശക്തിയാണ് വെറുതെ പറഞ്ഞേ ഉള്ളൂ. പുത്തനായിട്ട് മേടിച്ച് വെച്ചിരുന്ന പുത്തൻ ഈ കൊച്ചിൻ്റെ പ്രായത്തിലുള്ള കുട്ടി എവിടെ ഉണ്ടായിരുന്നു, അത് എടുത്തുകൊണ്ട് തന്നു. ഈ പാവപ്പെട്ട കുട്ടിക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ സ്വഭാവം തന്നെ മാറി. നല്ല ഉത്സാഹമായി, ഉന്മേഷമായി, വരാനായി പഠനത്തിൽ ഉന്മേഷമായി. ആ ഒരൊറ്റ പ്രവർത്തിയുടെ ആ കുട്ടി പഠിച്ച് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി മിടുക്കിയായി ഇപ്പോൾ ഉണ്ടല്ലോ ഓസ്ട്രേലിയ ഉദ്യോഗസ്ഥയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാണ്. ഒരു പുഷ് കൊടുത്ത് വിട്ടതാണ്. എവിടെ നിന്നാണ്? ഈ പാവപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഒരു പണക്കാരൻ്റെ ഒരു കൈ നീണ്ടതാണ്. നിസാര കാര്യമില്ല. കുഞ്ഞുങ്ങൾ ഏറ്റവും നിലയിലേക്ക് കയറിപ്പോകുന്നറിയാവോ? എന്തുമാത്രം ഉയർന്ന നിലയിലേക്ക് അങ്ങ് ഉയർന്ന സിവിൽ സർവീസിൽ പോയിട്ട് IFS പാസ്സായ കുട്ടിയുണ്ട്. അടുക്കളയിൽ കിടന്ന പാവപ്പെട്ട പെണ്ണിൻ്റെ കുച്ചി ചെറിയ പുഷ് കൊടുത്തതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ദൈവം നൽകിയിരിക്കുന്ന ഈ കൽപ്പനകളെ വെറും അന്നത്തെ കാലത്ത് നൽകിയിരിക്കുന്ന ഉണങ്ങിയ കൽപ്പനയൊന്നുമല്ല, എല്ലാ കാലത്തെയും പ്രസക്തമായ കൽപ്പനയാണ്. രണ്ടാമത്തേക്ക് വന്ന് നോക്കി, രണ്ടാമത്തെ വായന വരും വളരെ മനോഹരമായ ഭാഗം തോബിത്തിൻ്റെ കഥയാണ്, തോബിയാസിൻ്റെ കഥ. അവിടെ അവസാനം ആ ദൂതൻ ഉപദേശം നൽകുന്ന ഭാഗം. സംഭവം എന്താണെന്നറിയാമല്ലോ? തോബിത്ത് പറഞ്ഞ മനുഷ്യനെ ഇന്നത്തെ കാലം അറിയാമല്ലോ. അസീറിയയുടെ ആക്രമണത്തിലൂടെ ഈ ജനത്തെ എല്ലാം കൊണ്ടുപോയിക്കൊണ്ട് നിനിവയെ കൊണ്ടേയാക്കി. അവിടെ ഇങ്ങനെ മനുഷ്യനിങ്ങനെ യുദ്ധത്തിലൊക്കെ മരിച്ചു വീണുകൊണ്ടിരിക്കുക. യഹൂദൻ്റെ ചിന്തയനുസരിച്ച് ഏരും മരിച്ചു കഴിഞ്ഞാൽ ന്യായമായ മതസംസ്കാരം കിട്ടുക എന്നുള്ള അവൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. അവിടെ ഈ മനുഷ്യൻ തോബിത്ത് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം എവിടെയായാലും ശരി, എവിടെയെങ്കിലും വഴിയുടെ എവിടെയെങ്കിലും മൃതശരീരം കിടക്കുന്ന കണ്ടാൽ അതാരും രഹസ്യ പാതിരായ്ക്ക് പോയി സംസ്കരിക്കുമായിരുന്നു. അറിഞ്ഞാൽ പിടിക്കും, അധികാരം അറിഞ്ഞാൽ കുഴപ്പമാണ്. കാരണം ഇവനെ അപമാനിക്കാൻ വേണ്ടി കൊണ്ട് ഇട്ടിരിക്കണം, തല്ലിക്കൊന്നുകൊണ്ട് കെട്ടിത്തൂക്കിടന്ന് കിടക്കുക, അല്ലെ വഴി കിടക്കുക. ഇതറിഞ്ഞാലുണ്ട് ഇപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ അറിഞ്ഞ് ഇങ്ങനൊരു സംഭവം കിടപ്പുണ്ട് ഇങ്ങനെ വഴിയിൽ. ആ മനുഷ്യൻ അന്നേരം ഭക്ഷണം അടച്ചിട്ട് പോയി ആ പാതിരാമന് അധ്വാനിച്ച് കുഴികുത്തി മൃതസംസ്കാരം മാന്യമായിട്ട് നടത്തിയിട്ട് തിരിച്ച് വന്നപ്പോൾ ലേറ്റായി കഴിഞ്ഞാൽ വീടിൻ്റെ അകം തുറന്ന് കിടക്കാണ്ട് സൈഡിൽ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ കണ്ണിലേക്ക് മുകളിൽ നിന്ന് എന്തോ ഒരു പക്ഷി അത് കാട്ടിച്ചിട്ട് കണ്ണ് രണ്ടിലും വീണു. കണ്ണ് രണ്ടും അന്ധമായി പോയി. നോക്കുക, നന്മ ചെയ്യുന്നവന് സഹനമുണ്ടാവും. പഠിപ്പിക്കുന്ന പാഠമാണ്. ഞാനിത് ചെയ്യാൻ പോയത് കണ്ടല്ലേ ഇത് എനിക്ക് വന്നതെന്ന് അങ്ങനെ ചിന്തിച്ചില്ല. അങ്ങനെ ചിന്തിക്കും. ഞാൻ ആ പണിക്ക് പോകാതെ ഇവിടെ കിടന്നു. വീട്ടിലുള്ളവരും പറയും, ഞാൻ എന്തിനാണ് പോയത്? ഇവിടെ എങ്ങാനും ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങിയാൽ ഇങ്ങനെ വരുമായിരുന്നോ? തൻ്റെ കെട്ടിലെ കിടന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ ഇരന്നേരം പൊക്കിക്കൊണ്ട് പോയില്ലേ? പക്ഷേ ദൈവം ആ കൂടെ ഉണ്ടായിരുന്നു. അതാണ് പറയുന്നത് റഫായേൽ മാലാഖ എന്ന് പറഞ്ഞത്. നമ്മുടെ മേജർ ആർച്ച് പേരാണ് റഫായേൽ. ദൈവം സുഖപ്പെടുത്തുന്നതാണ് കേട്ടോ. മേജർ ആർച്ച് ഓർക്കണം, ദൈവം സുഖപ്പെടുത്തുന്ന ആ പേരിൻ്റെ അർത്ഥം റഫായേൽ. അപ്പോൾ അതുകൊണ്ട് റഫായേലിന് അവിടെ വേണമെങ്കിൽ ഭാര്യ വിളിച്ച് പറഞ്ഞ് കൂടിക്കാണുകയില്ലേ, താൻ എന്തിനാ ഈ പണിക്ക് പോയത്, അനുഭവിച്ചോ, കണ്ണ് കാണാൻ പാടില്ല. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ദൂരെ, അതായത് ഇവിടുന്ന് വിട്ടുപോയില്ലേ, നാട് വിട്ട് പോകുന്നിടത്ത് തൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ കുറേ കാശെന്നൊക്കെ സൂക്ഷിക്കാൻ കൊടുത്തിരുന്നു. ഇവിടെ ദാരിദ്ര്യവും പട്ടിണിയാണ്. അതുകൊണ്ട് മാനോട് നീ പോയി മേടിച്ചുകൊണ്ട് വരാൻ പറയും. രഘുവേൽ എന്ന് പറയുന്ന ആളിലേക്ക് പോവാം, മേടിച്ചൊന്ന് വരാനായിട്ട് പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ എങ്ങനെ പോകും, എനിക്കറിയാൻ പാടില്ലൊന്നുമില്ല. പോണേ ആവശ്യമായ രേഖ കൊടുത്ത് അയച്ചു, ഇന്ന സമയത്ത് തന്നതാണെന്ന് പറഞ്ഞ് കൂട്ട് നീ അല്ലേ എന്നാലൊരു കൂട്ട് വേണമല്ലോ, നീ പുറത്തിറങ്ങി അന്വേഷിക്കാൻ വന്നു. അന്നേരം കൂട്ട് കിട്ടി. കൂട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു വഴിയറിയാം, വീടറിയാം, ഞാൻ പോയി താമസിച്ചിട്ടുണ്ട്, സന്തോഷമായി. അപ്പോൾ ഇത് പറഞ്ഞു, അപ്പം സന്തോഷമായി. നീ ഏത് ഗോത്രക്കാരനാന്ന് ചോദിച്ച് പിടിച്ച് വന്നപ്പോഴത്തേക്ക് അപ്പോൾ സന്തോഷമായി, അവരുടെ ഗോത്രം തന്നെയാണ്, പൊക്കോ. റഫായേൽ മാലാഖയായിരുന്നു. കൂട്ടത്തിൽ കൊണ്ടുപോയ കാര്യം സംഭവം നമുക്കറിയാമല്ലോ. അവിടെ ചെന്ന് രഘുവേലിൻ്റെ ഭാര്യ മകൻ സാറ എന്ന പെണ്ണിൻ്റെ ദുരന്തം എന്തായിരുന്നു? എന്ത് പൈശാചികമായിട്ടുള്ള അറ്റാക്കിലൂടെ ആരും കല്യാണം കഴിച്ചാലും ആ രാത്രി തന്നെ ചെപ്പക്കം മരിച്ചു. അങ്ങനെ 6 മരിച്ചു. 7ാമത്തേത് വരിക സാറ എന്ന് പറഞ്ഞ പെണ്ണെ. എന്നാലോചിച്ച് നോക്കിയേ, പോകുന്ന വഴിക്ക് ഒരു മത്സ്യത്തിൻ്റെ എന്തോ കയ്യിൽ മത്സ്യത്തെ പിടിച്ച് അതിൻ്റെ അംഗം കരൾ എടുത്തോളാൻ പറയും. അതിൻ്റെ ചങ്കം കരൾ എടുത്തിട്ട് അത് കൊണ്ടുവന്ന് അത് എന്തിനാന്ന് ചോദിച്ചു. അത് ആവശ്യം വരുമെന്ന് പറയും. അന്നത്തെ ധാരണ അനുസരിച്ച് ചങ്കം കരളും അതുകൊണ്ട് മനുഷ്യനകത്ത് കഴിഞ്ഞ് അത് പുകച്ച് കഴിഞ്ഞാൽ അത് പിശാച് ഓടിക്കൊള്ളുമെന്നാണ് അവരുടെ ധാരണയാണ്. അപ്പോൾ ഇവൻ്റെ ധാരണ അനുസരിച്ച് ചെയ്തതേ. അപ്പോൾ ഒരു കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രഘുവേൽ ഈ പറയുന്ന അവളുടെ വിഷമമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവളെ കല്യാണം കഴിക്കാൻ മനസ്സിലുണ്ടായി. ഇവനങ്ങ് തയ്യാറായി. കല്യാണം കഴിച്ചപ്പം പ്രാർത്ഥിക്കാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നാ പ്രാർത്ഥിച്ചത്? ഞാനിവിടെ കല്യാണം കഴിക്കുന്ന ജടിയാഗ്രഹം കൊണ്ടല്ല, ഞാൻ ആഗ്രഹിക്കുന്ന നിർമ്മലമായ നിഷ്കളങ്കമായ സ്നേഹം കൊണ്ടാണ് എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട്
ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അന്നേരം അപ്പൻ പോയിരിക്കുക വീണ്ടും കുഴി കുത്താൻ. കാരണം പിന്നെ രാത്രി ചത്തുപോകും, തട്ടിപ്പോകും. അതുകൊണ്ട് കുഴി കുത്താൻ പോയിരിക്കുക. നേരം വെളുത്തുമ്പോൾ ഇവരൊന്നും മരിച്ചിട്ടില്ല. നോക്കിയ സംഭവം അത് ദൈവം സുഖപ്പെടുത്തി. അവിടെയും ആ സ്ത്രീയെ സുഖപ്പെടുത്തി. അവൾ ഉണ്ടായിരുന്നു, പിശാച് മാറിയെടുത്ത് കളഞ്ഞു, അവളെ സുഖപ്പെടുത്തി. അപ്പോൾ ആ റഫായേൽ ചെയ്ത പണിയാണ്. തേണ് തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴായൊരു ഒരു ദ്രാഗ്മയാണ് പറഞ്ഞിരുന്നത് അതിന് കൂലിയായിട്ട്. അതുകൊണ്ട് ഇരട്ടി കൊടുത്തേക്കാൻ അപ്പം പറഞ്ഞു, ഇരട്ടി കൊടുത്തേക്കാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ ആരാ ചുറ്റും നിൽക്കുന്ന കൂട്ടത്തിൽ വന്ന ആളാണെന്ന് നിൽക്കുക, റഫായേലാണ് ആളാണെന്ന് അറിയാൻ നിൽക്കുക. ആ കിട്ടിക്കഴിയുമ്പോൾ കാര്യങ്ങളെ പുറകെ അവസാനം ആ പോകാമെന്ന് നിൽക്കുന്ന അഭിവാദന പ്രാർത്ഥന, ആ എന്ന് പറഞ്ഞ ഒരു വിടവാങ്ങൽ പ്രസംഗമാണ് ഇപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ വായന വന്നിരിക്കും. മനസ്സിലത് ഓർത്തുക. പശ്ചാത്തലം എന്താ? ഒരു വിടവാങ്ങൽ പ്രസംഗമാണ്. അവസാനം തന്നെ വിലയിപ്പിട്ട് കൊടുത്തതാണ്. ഞാനേ റഫായേല, മുഖ്യദൂതന്മാരിൽ ഒരാളാണ്, 7 പേരിൽ ഒരാളാണ്. നമുക്കറിയാം കുറേ പേരെയൊക്കെ. ഗബ്രിയേലിനെ അറിയാം, മിഖായേലിനെ അറിയാം. അപ്പോൾ റഫായേൽ അതുപോലെ തന്നെ ബാക്കി 4 പേരോട് വേറെയുണ്ട്. അതിലൊരാളാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് തന്നെ എന്ത് ചെയ്യണം, നന്മ ചെയ്യണമെന്ന് പ്രേരിപ്പിക്കുന്ന ഭാഗങ്ങൾ അത്ര സുന്ദരമായ ഭാഗം. പെട്ടെന്ന് നമുക്ക് വായിച്ച് പെട്ടെന്ന് കിടന്നു കളയാം. ദൂതൻ 2 പേരെ രഹസ്യമായി വിളിച്ചു പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യുകയും അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെ പ്രതി സകല ജീവികളുടെയും മുമ്പിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തെ മഹത്വം, അവിടുത്തെ കൃതജ്ഞതാ സ്തോത്രം ചെയ്യുമെന്ന് പറയാം. അവസാന സന്ദേശമായി. ഇത്രയും കാര്യങ്ങൾ നടന്ന് കിട്ടിയില്ലേ? ആ കിട്ടിയതൊക്കെ എന്തുകൊണ്ടാണ്? ഇവരുടെ നന്മ കൊണ്ട്. ഇയാൾ കൂടെ ഉണ്ടായിരുന്നു. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ്റെ അടുത്ത റഫായേലുണ്ടെന്ന് ദൈവത്തിൻ്റെ സ്വരമായിട്ട് സുഖപ്പെടുത്താൻ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തെ മഹത്വം നൽകുകയും ചെയ്യുന്ന ഉചിതമത്രേ. അവിടുത്തേക്ക് നന്ദി പറയാൻ അമാന്തിക്കരുത്. നമ്മുടെ ജീവിതം നന്ദിയുടേതായിരിക്കേണ്ടതാണ്. സഹോദരങ്ങളെ, ഓരോ പ്രായത്തിലെടുത്ത് നോക്കുകയും നമ്മളുടെ നേട്ടം കൊണ്ട് നേടിയിട്ടുള്ളതാണോ നമുക്കുള്ളതൊക്കെ എന്നാലോചിച്ച് നോക്കി. എന്ത് കഴിവുണ്ടായിട്ടാണ് നമ്മൾ ഇത്രയും നേട്ടങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നത്? ഓരോ സമയത്തും തമ്മിൽ സ്ഥലത്ത് കൊണ്ടേയാക്കി, ദൈവം കൊണ്ടേയാക്കിയിട്ടല്ലേ. നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ അധ്വാനിച്ച് മാർക്ക് കിട്ടി നമ്മൾ കഴിവുകൊണ്ടാണ്. എത്ര പേരും പഠിച്ചിട്ട് മിടുക്കനായി മാർക്ക് കിട്ടാതെ പോയി, എത്രയോ പേരും. അതുപോലെ ദൈവം തന്നെ ഒരു സ്ഥാനത്തേക്ക് വിളിച്ചിട്ട് നിൻ്റെ ഗുണം കൊണ്ട് നോക്കിയല്ലോ വിളിച്ചേ. നിൻ്റെ മാരകമായ രോഗമുണ്ടായ സാഹചര്യത്തിൽ നീ പീഡിപ്പിക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു. ഇപ്പോഴും മാലാഖ പരീക്ഷിക്കപ്പെട്ടു നീ തകർന്നു പോയോ? ഇല്ലല്ലോ, നിന്നെ വീണ്ടും രക്ഷിച്ചു കൊണ്ടുവന്നില്ലേ? ദൈവത്തിനെപ്പോഴും നന്ദി പറയുന്ന ഹൃദയമുണ്ടായെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ആനന്ദമായിരിക്കും. നിനക്കെന്തെങ്കിലും വല്ലാത്ത ദുരന്തം ഉണ്ടാകുമ്പോൾ അത് നിൻ്റെ ഹൃദയം കൃത്യമായിട്ട് പറയും, ദ ലോർഡ് വിൽ ഡു ഗുഡ് ടു മീ. സംശയമൊന്നുമില്ല, പേടിക്കണ്ട എന്ന് പറയും. അതുകൊണ്ട് പറയാം, രാജാവിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലതാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പ്രസിദ്ധീകരിക്കുന്നത് മഹനീയമാണ്. നന്മ ചെയ്യുക, നിനക്ക് തിന്മ വരികയില്ല. രാജാവിൻ്റെ പ്രവൃത്തി. അപ്പം അന്നത്തെ ഒരു പഴമൊഴിയാണ് എടുത്ത് പറഞ്ഞിരിക്കുക. എന്തിനാ? ദൈവത്തിൻ്റെ മഹത്വം പ്രകർഷിക്കുന്നതിനേക്കാൾ നന്മയുള്ളതാണ്. അതുകൊണ്ട് നീ നന്മ ചെയ്യുക, അപ്പോൾ നിനക്ക് ഒരിക്കലും തിന്മ ഭവിക്കുകയില്ല. എന്നിട്ട് പറയാം, ഉപവാസം, ദാനധർമ്മം, നീതി. 3 കാര്യങ്ങളാണ്. നോമ്പുകാലമല്ല ഇത്. ഉപവാസം, ദാനധർമ്മം, നീതി. കർത്താവ് പറയാൻ പോകുന്ന ഇത് മനുഷ്യനെ കാണിക്കാൻ വേണ്ടി ചെയ്യരുതെന്ന്. ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോടുകൂടി ആകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. പ്രാർത്ഥനയുടെ കൂടെ പോകേണ്ട കാര്യമാണ്. നീതിയോടുകൂടിയ അല്പമാണ്, അനീതിയോടുകൂടിയ അധികത്തേക്കാൾ അധികം. എത്ര സുന്ദരമായ വചനമാണ്. നീതിയോടുകൂടിയ അല്പമാണ്. ആ വിധവയുടെ ചെമ്പ് തൊട്ടാണ് ഇവിടെ ഇട്ട ഒത്തിരി പണവന്മാരുടെ പണത്തേക്കാൾ വലുതെന്ന് കർത്താവ് പറഞ്ഞില്ലേ? അപ്പം നീതിയോടുകൂടിയ അല്പമാണ്, അനീതിയോടുകൂടിയ അധികത്തേക്കാൾ അഭികാമ്യം. സ്വർണം കൂട്ടിവെക്കുന്നതിനേക്കാൾ അത് ദാനം ചെയ്യുന്നതാണ് നല്ലത്. പല അവസരത്തിൽ നമുക്ക് ആവശ്യപ്പെടുന്ന കാര്യങ്ങളില്ലേ? നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് സ്വർണ്ണം ഉള്ളല്ലോ, ഇല്ലേ? ഉണ്ടല്ലോ. തൊട്ടടുത്ത വീട്ടിലെ തീരെ പാവപ്പെടുത്ത ഏതിനെ കൊച്ചിന് ഒരു 10 പവൻ 5 പവൻ്റെ സ്വർണ്ണം കൊടുക്കാൻ നിവൃത്തിയില്ലെന്നേ. അപ്പോൾ അതിൽ നിന്ന് അല്പം എടുത്ത് കൊടുക്കുന്നതുകൊണ്ട് ആരെ വഴക്കുണ്ടാക്കുന്ന വീട്ടിലെ അത് കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന കാര്യമല്ലേ? അവർക്കുണ്ടാകുമ്പോൾ തിരിച്ചു തരുമെന്നേ. നിർബന്ധിക്കേണ്ട. നിൻ്റെ വീട്ടിൽ തിരിപ്പില്ലേ, ഇതും കൊണ്ട് നീ പോവോ? മരിച്ചു കഴിഞ്ഞ് നീ കൊണ്ടുപോകുമോ? പിന്നെ എന്തിനാ അത് വെച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് അത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. പാവപ്പെട്ട കൊച്ചിന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ജീവിതകാലം ഓർത്തിരിക്കുകയില്ലേ? അതിന് പ്രാർത്ഥനയ്ക്ക് എന്ത് വിലയുണ്ടെന്നറിയാമോ? എന്ത് വിലയുണ്ടെന്നറിയാമോ? നിങ്ങൾക്കറിയാമോ? പലപ്പോഴും മത്സ്യമ്പോൾ വൈദ്യര് ചിന്തിച്ച് പോയിട്ടുണ്ടോ? ഞങ്ങൾക്ക് സമാധാനത്തിൽ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരുപാട് പാവങ്ങളുടെ പ്രാർത്ഥന. വെറും ഒരു കൈ നീട്ടിക്കൊടുത്തുകൊണ്ട് ദൈവം പ്രവർത്തിച്ച് അവർ വിചാരിച്ച് നമ്മൾ ചെയ്തതാണ്. നമ്മളൊന്നും ചെയ്തൊന്നുമല്ല. ദൈവം തമ്പുരാൻ്റെ കയ്യിൽ ഉപകരണമായിട്ട് കൈ നീട്ടിക്കൊടുത്തു. റഫായേലിനെ പോലെ കൈ നീട്ടി, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഗുണം തന്നെ ആ പാവങ്ങൾ ജീവിതകാലം മുഴുവൻ മറക്കാതെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നിരന്തരം
അതിൻ്റെ നന്മയല്ലേ നമുക്ക് നിലനിൽക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുക, അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു. മരണത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് നീ എടുത്തു കൊടുത്താലേ മരണത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന്, അതുകൊണ്ട് തുടച്ചു നീക്കുന്നു. അതുകൊണ്ട് പരോപകാരവും നീതിയും പ്രവർത്തിക്കുവാൻ ജീവിതത്തിൻ്റെ പ്രവർത്തിക്കാൻ ജീവിതത്തിൻ്റെ പൂർണ്ണത ആസ്വദിക്കും. പൂർണ്ണതയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വീണ്ടും പറയുക, പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവൻ്റെ ശത്രുവാണ്. ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്നും ഒളിച്ചു വയ്ക്കുകയില്ല. രാജാവിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത്, ദൈവത്തിൻ്റെ പ്രവർത്തികളെ പ്രസിദ്ധമാക്കുന്നത് മഹനീയം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതൊക്കെ നീയും നിൻ്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനായവനെ ഞാൻ എത്തിച്ചു കൊടുത്തു, ഞാൻ അനുസ്മരിപ്പിച്ചു. ഇപ്പം ആരാ റഫായേൽ? നമ്മുടെ പ്രാർത്ഥന പിതാവിൻ്റെ പക്കൽ എത്തിക്കുന്ന ദൂതന റഫായേൽ എന്ന് പറയുന്നതാണ്, നമുക്കറിയാമല്ലോ. അതുകൊണ്ട് നീ മൃതരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നീ അത്താഴം കഴിക്കാതെ ഇത് കേട്ട ഉടനെ എണീറ്റ് ഓടിയില്ലേ? അവിടെ മൃതശരീരം കിടക്കുന്നത് കണ്ടുകൊണ്ട് നീ ഓടിയപ്പോഴേ നിന്നെ ആരും വന്ന് പിടിച്ചില്ലല്ലോ, പിടിച്ച് കൊന്നതിനെ ഒന്നുമില്ലോ. അപ്പം ഞാൻ കൂടെ ഉണ്ടായിരുന്നു. നീ നന്മ ചെയ്യാൻ പുറപ്പെട്ടൊക്കെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് നീ പെട്ടെന്ന് പോകാൻ മടി കാണിക്കാതിരുന്നുകൊണ്ട് സൽപ്രവൃത്തികൾ അത് എനിക്ക് സന്തോഷമായിരുന്നു, അജ്ഞാതമായിരുന്നില്ല. എനിക്ക് വളരെ കൃത്യമായി അറിയാമായിരുന്നു അത് ചെയ്യുമെന്ന്, അജ്ഞാതമായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആകയാൽ നിന്നെയും നിൻ്റെ മരുമകൾ സാറായെയും സുഖപ്പെടുത്താൻ എന്നെ അയച്ചിരിക്കുന്നു. കണ്ടോ പ്രാർത്ഥന? എന്നെ അയച്ചിരിക്കുന്നു, സുഖപ്പെടുത്താൻ അയച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ റഫായേലാണ്. വിശുദ്ധയുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധാത്മാവിന് മഹത്വത്തിൻ്റെ സന്നിധിയും പ്രവേശിക്കുകയും ചെയ്യുന്ന 7 വിശുദ്ധത്തിൽ ഒരു നമ്മുടെ മേജറാച്ചനോട് പറയണം. അങ്ങനെ പേരിൻ്റെ അർത്ഥം ഇതാണ്, റഫായേലാണ്. അങ്ങനെ അറിയാമായിരിക്കും കേട്ടോ, എന്നാലും പറയാം, ഒന്നിച്ച് പഠിച്ചിരുന്നതുകൊണ്ട് ഓർക്കാണ്. ഒരു നല്ല മനുഷ്യനാണ്, ഞങ്ങളൊരു സമയത്ത് പഠിച്ചുകൊണ്ട് നടന്നതാണ്. എന്നാലും ശരി, കർത്താവിൻ്റെ ആ ദൂതനാണ് റഫായേൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഈ കാര്യങ്ങൾ ഓർത്ത് മനസ്സിലാക്കുക. അതൊരു വിടവാങ്ങൽ പ്രസംഗമാണ്. അതിൻ്റെ പ്രാർത്ഥനയും ദാനവും പ്രധാനപ്പെട്ട അതിൻ്റെ വിഷയം. അത് ദാനധർമ്മം നമ്മെ താങ്ങി നിർത്തുന്നതാണ്. അതുകൊണ്ട് വളരെ റഫായേൽ കൃത്യം അതിൻ്റെ പ്രാർത്ഥനയ്ക്ക് മധ്യസ്ഥം വഹിക്കുകയും പരീക്ഷിക്കും. ദൈവം പരീക്ഷിക്കുന്ന ദൂതനിലൂടെയാണ്. പരീക്ഷിച്ചല്ലോ, കണ്ണിൻ്റെ കാഴ്ച പോയില്ലേ, കണ്ണ് പൊട്ടനായില്ലേ, പക്ഷേ സുഖപ്പെടുത്തുന്നവനാണ്. അവൻ സുഖപ്പെടുത്തുന്നു. പരീക്ഷണമൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും നമ്മളെ സുഖപ്പെടുത്തുന്നവനാണ് ദൈവം. അപ്പോൾ അതുകൊണ്ട് സഹനം കൂടെ പോകുന്നതാണ്. അതുകൊണ്ട് ഈ പറയുന്ന ഞങ്ങൾ 7 മുഖ്യദൂതന്മാർ, ബാക്കി 6 ആർക്ക്? ഊറിയേൽ, നഥായേൽ, റഗുവേൽ, മിഖായേൽ, അതുപോലെ സറാഖായേൽ, ഗിബ്രിയേൽ. അപ്പോൾ അതുകൊണ്ട് വളരെ ഏനോക്കിൻ്റെ പുസ്തകത്തിന് 20 അധ്യായത്തിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ സമാപിക്കാം. അതായത് നോമ്പ് കാലത്ത് നമ്മൾ ഈ തോബിയാസിനെ പോലെയും തോബിത്തിനെ പോലെയും ജീവിതം കർത്താവിന് മുമ്പിൽ സമർപ്പിച്ചിട്ട് അവിടുത്തെ പ്രേരണയനുസരിച്ച് മുമ്പോട്ട് പോയാൽ ഇവിടെ നിന്നും നമുക്ക് നേടാനില്ലെന്നും കിട്ടുന്നതൊക്കെ കൊടുക്കുന്നത് നല്ലതെന്നും ഉള്ളിലേക്കൊന്ന് കടന്നു വന്നാൽ സമാധാനം നമ്മുടെ സ്വന്തമായിരിക്കും. ജീവിതത്തിൻ്റെ ഐശ്വര്യം നമ്മുടെ സ്വന്തമായിരിക്കും. നമ്മളെ അന്വേഷിക്കുന്ന ആളൊക്കെ ഉണ്ടാകും. ഒരു തരത്തിലും നമ്മൾ തഴയപ്പെടുകയോ തള്ളപ്പെടുകയോ ഇല്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. റഫായേൽ നമ്മുടെ പ്രാർത്ഥന പിതാവിൻ്റെ പക്കൽ എത്തിക്കും. അതേ തുടർന്നാണ് കൊരിന്ത്യർക്കാർക്ക് 2-ാം ലേഖനത്തിൽ പൗലോസ് പറയുന്നു, കഴിവറ്റും നന്മ. ഇതിൻ്റെ പശ്ചാത്തലങ്ങൾ പെട്ടെന്ന് പറഞ്ഞു കളയാം. അതെന്താണ്? പൗലോസ് കൊരിന്ത്യർക്കാരുടെ ബന്ധങ്ങൾ പല അവസരങ്ങളിലൊക്കെ അവർ തമ്മിലൊക്കെ ടെൻഷനുണ്ടായി, സ്ട്രെയിനുണ്ടായി. അപ്പോൾ ഇവർ സമ്പന്നമായൊരു സഭയാണ്, സ്ട്രെയിനൊക്കെ ഉണ്ടായി. ഇപ്പോൾ അവരോട് നേരത്തെ പറഞ്ഞിരുന്നു, ഈ പാവപ്പെട്ട ജെറൂസലേമിലെ ദരിദ്രരായ വിശ്വാസികൾക്ക് വേണ്ടി ആ സഹായധനം കൊടുക്കണമെന്ന്. അപ്പസ്തോലനാണ് വാസ്തവത്തിൽ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സഭയിൽ ആരംഭിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങേരാണ് പറഞ്ഞത് കൊരിന്ത്യർക്കാരുടെ 1-ാം ലേഖനത്തിൽ 16-ാം അധ്യായത്തിൽ, ഞാൻ വരുമ്പോൾ പിരിവൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പാവങ്ങൾക്ക് വേണ്ടിയുള്ള തുക മാറ്റി വെച്ചേക്കണം. ഞാനോ നിങ്ങൾ വായിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യിക്കുന്ന ആളോ വന്നത് കൊണ്ടുപോയിക്കോളാം. ജെറൂസലേമിലെ അന്ന് വിശുദ്ധരെന്ന് പറയുന്ന വിശ്വാസിലെ വിശുദ്ധരെന്നാണ് വിളിക്കും, പാവങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം പൗലോസ്ലിഹയാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഉപജ്ഞാതാവെന്ന് വേണമെങ്കിൽ പറയാം സഭയിൽ. അദ്ദേഹം പ്രാക്ടിക്കലായിട്ട് അത് യാഥാർത്ഥ്യവൽക്കരിച്ചു. ഒരു സഭയിൽ നിന്ന് സമ്പത്ത് ശേഖരിച്ച് ഇല്ലാത്ത സഭയ്ക്ക് കൊണ്ട് കൊടുത്തു. അപ്പോൾ അത് എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട സംഗതി, അതായത് തീരെ ദരിദ്രമായിരുന്ന ഒരു സഭയിൽ അവർ വളരെ സഹായങ്ങൾ, മക്കദോനിയക്കാർ പട്ടിണിയുടെ മറ്റത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ സഹായിച്ചു, ഫിലിപ്പിയക്കാർ സഹായിച്ചു. അതുപോലെ കൊരിന്ത്യർക്കാർ പറയുക, നിങ്ങൾ നന്മയുള്ളവരാണ്, അതുകൊണ്ട് നിങ്ങളുടെ നന്മ എനിക്കറിയാം, അതുപോലെ നിങ്ങളും സഹായിക്കണം എന്ന് കൃത്യമായിട്ട് പറയുന്ന ഭാഗമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്ക് അറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് കർത്താവ് കണ്ടില്ലേ ഇറങ്ങി വന്നത്. എന്തിനാ? സമ്പന്നനായിരുന്നു. ഫിലിപ്പിയാക്കർ ലേഖനം എന്താ പറയുന്നത്?
2:5-10 വാക്യങ്ങൾ പറയാം. ദൈവത്തോടുള്ള സമാനത വകവയ്ക്കാതെ. ആരായിരുന്നു കർത്താവ്? പിതാവായ ദൈവത്തെ സമാനത വകവയ്ക്കാതെ തന്നെ താഴ്ത്തി. നമുക്കുണ്ടോ എളിമം? നമുക്കുണ്ടോ വിനയം? കർത്താവിൻ്റെ വിനയം നമ്മെ പഠിപ്പിക്കുന്നത് അവിടുന്ന് ഉന്നതനായ ദൈവസാന്നിധ്യത്തിൽ തമ്പുരാൻ്റെ കൂടെ ഇരുന്നയാൾ താഴോട്ട് ഇറങ്ങി. എങ്ങോട്ടാണ് താഴ്ത്തിയത്? മനുഷ്യൻ്റെ സാദൃശ്യത്തിലായി. ദൈവപുത്രൻ മനുഷ്യൻ്റെ രൂപമെടുത്തൊന്ന് എന്നിട്ട് താഴ്ത്തിയത് എങ്ങോട്ടാണ്? കുരിശുമരണത്തോളം താഴ്ത്തി. അതുകൊണ്ട് എന്നാ അതിൻ്റെ ഫലം? അതുകൊണ്ട് എന്ത് ചെയ്തു? എല്ലാ നാമത്തേക്കാൾ ഉപരിയായ നാമം അവന് കൊടുത്തു. നാമം എന്ന് പറയുന്നത് പവർ, ശക്തിയാണ്. എല്ലാ ശക്തിയേക്കാൾ ഉന്നതമായ ശക്തി അവന് കൊടുത്തു. ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുഴങ്കാലുകളും അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കും. എന്നിട്ട് എന്താ പറയാൻ പോകുന്നത്? ഈശോ കർത്താവാകുന്നു എന്ന്. പഴയ നിയമത്തിൽ യഹോവയ്ക്ക് കൊടുത്ത നാമമാണ് കർത്താവ്. ഈശോ കർത്താവാകുമെന്ന് എല്ലാ നാവുകളും ഏറ്റുപറയും. ഇതാണ് ശൂന്യവൽക്കരണത്തിൻ്റെ ഫലം. നമുക്ക് അതിൻ്റെ നിഴലായിട്ട് ജീവിക്കേണ്ടവരാണേ. നമ്മൾ എത്ര സ്ഥാനത്തിരുന്നാലും ശരി അഹങ്കാരം കാണിക്കരുത് കേട്ടോ. നമ്മുടെ ഉള്ളിൽ അറിയാതെ ചിലപ്പോൾ അഹങ്കാരം തോന്നിപ്പോവും. ഞാൻ വലിയ അധികാരിയാണ്, മൂട്ടൻ പള്ളിയുടെ വികാരിയാണ് എന്നൊക്കെ ഒരു തോന്നലുണ്ടാകുന്ന മണ്ടത്തരമാണ്. നമ്മളെ അങ്ങോട്ട് വെച്ചത് നമ്മുടെ കഴിവുകൊണ്ട് വെച്ചതൊന്നുമല്ല. മെത്താന് തോന്നിക്കാണ് ഇയാളെ കൊണാൾ അവിടെ ഇരിക്കട്ടെ, പാഠം പഠിക്കട്ടെ, കാരണം വലിയ പള്ളിയിൽ പോയി എഴുതുന്നുണ്ട്, ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ നേരിട്ടെന്ന് തോന്നിക്കാണല്ല. നമ്മുടെ കഴിവ് കൊണ്ട് വെച്ചതൊന്നുമല്ല. താൻ ഒരു പക്ഷേ വലിയ ഉദ്യോഗസ്ഥനായിരിക്കും, സെക്യുലറായിട്ട് വേറിൽ ഞാൻ വലിയ SP ഒക്കെ ആയിരിക്കും, അതിനൊക്കെ DGP IG ഒക്കെ ആയിരിക്കും. അധികാരം കയ്യിലിരിക്കുമ്പോഴേ തോന്നിയാസം കാണിക്കരുത്, തിരിച്ചടി ഉണ്ടാവും. പുഴുത്ത ചത്ത ചില DGPമാരൊക്കെ പുഴുത്ത ജീവിതത്തിൽ അനീതി പ്രവർത്തിച്ചതിൻ്റെ പരിണിത ഫലമായി. അപ്പോൾ അതുകൊണ്ട് ഒരു അധികാരം ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല. ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കുറേയൊക്കെ തമ്പുരാനെ ഓർത്തുകൊണ്ട് വിനയം, നൽകപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയുടെ സമയം മനുഷ്യപുത്രം വന്നിരിക്കുന്ന ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായിട്ട് നൽകാനും വേണ്ടിയിട്ടാണ് പറഞ്ഞത്, ഓർക്കണം. പിന്നെ നമ്മൾ എന്ത് കണ്ടിട്ട് അഹങ്കരിക്കുന്നു? ഒരു നിമിഷം പോരെ നമ്മളെല്ലാം കൂടെ തൂക്കി വിറ്റാൽ എത്ര രൂപ? 75 രൂപയുടെ സാധനമുണ്ട്. ഒറ്റ നിമിഷം പോലെ അടിച്ച് താഴെ വീഴാൻ കുഴഞ്ഞു വീണ് മരിക്കുന്നത് കാണുന്നില്ലേ? പിന്നെ എന്ത് കണ്ടുകൊണ്ടാണ് അഹങ്കരിക്കും? ഈ തട്ടിപ്പ് കാണിക്കുന്നത് ചിലപ്പോൾ ഓർക്കാണ്. ഇത്ര വലിയ തട്ടിപ്പ് മനുഷ്യനെ കാണിക്കുന്നത് എവിടെ കൊണ്ട് അവസാനിപ്പിക്കാനാണ്? ഈ തലങ്ങൾ ഇപ്പം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് നുണ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. നുണ ഇങ്ങനെ നുണ പറഞ്ഞ് നമ്മുടെ സമൂഹത്തിന് തന്നെ എല്ലാം ഏത് കാലത്ത് നമ്മുടെ തെരഞ്ഞെടുപ്പൊക്കെ കുറേ കൂടെ മാന്യമായിട്ട് നടക്കും? നാടകങ്ങളല്ലേ നടന്നുകൊണ്ടിരിക്കും. മനുഷ്യൻ്റെ കണ്ണിൽ പൊടിയാണ് നാടകം. ഇപ്പോൾ നടന്നു, തൊട്ടടുത്ത് നടന്നു കണ്ടില്ലേ നാടകം? ഇപ്പോൾ എന്തെല്ലാം തരത്തിൽ മനുഷ്യനെ തട്ടിപ്പ് നടത്താവും ആ തരത്തിൽ എല്ലാ വിധത്തിലങ്ങ് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ ഉള്ളതങ്ങ് കരിച്ച പോലെ ന്യായമായ രീതിയിൽ നീതിബോധത്തോടെ പ്രവർത്തിക്കുന്ന നേതാവിനെ ജനം അംഗീകരിക്കും. അത് വിളിച്ചു പറഞ്ഞാൽ മതി. അംഗീകരിച്ചല്ലോ. നമുക്കുണ്ടായിരുന്ന മുഖ്യമന്ത്രി, ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, 18 മണിക്കൂറൊക്കെ പാവങ്ങൾക്ക് വേണ്ടി നിന്നിരുന്നില്ലേ? അദ്ദേഹത്തെ എന്തുമാത്രം തേജോധം ചെയ്തു. പക്ഷേ എന്നാലും ഇതാ ഉയർന്നു നിൽക്കുന്നുണ്ടോ? അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ ഓർമ്മ ഉയർന്നു നിൽക്കുന്ന കണ്ടില്ലേ? 18 മണിക്കൂറാണ് ഭക്ഷണം കഴിക്കാൻ ഒറ്റ നീപ്പിന് നിന്നുകൊണ്ടിരുന്ന് ഓർക്കണം. എന്തു വലിയ മഹനീയമായ മാതൃകയാണത്. അതിനപ്പുറത്തേക്ക് തട്ടിപ്പ് കാണിച്ച് അധികാരത്തിലെത്തി കഴിഞ്ഞാൽ എല്ലാ കാലവും നിൽക്കില്ല, അടുത്ത തലമുറയിൽ നിൽക്കില്ലെന്ന കാര്യം ഓർക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് എന്താ പറയുന്നത്? 1 വർഷം മുമ്പേ നിങ്ങൾ അഭിലഷിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയ ഈ കാര്യങ്ങളെപ്പോൾ പൂർണ്ണമാക്കണം. അതുകൊണ്ട് അത് ഉത്തമമായിരിക്കും. നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച ആ സന്നദ്ധത നിങ്ങൾ വഴി അനുസരിച്ച് പ്രവർത്തിക്കണം. ഇപ്പോൾ അതുകൊണ്ടാണ് ഈ കൊറോണ കാര്യത്തിൽ പിണങ്ങിക്കഴിഞ്ഞപ്പോൾ ഉദ്ദേശിച്ച കാശ് കൊടുക്കാതിരുന്നപ്പോൾ, സഹായിക്കാതിരുന്നപ്പോൾ വീണ്ടും പറയാം ഇപ്പോൾ നമുക്ക് മാറിയല്ലോ. അപ്പോൾ അതുകൊണ്ട് സഹായിക്കാൻ ഉദ്ദേശിച്ചത് സഹായിക്കണം. താല്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവൻ്റെ കഴിവനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കും. കഴിവില്ലായ്മ കണക്കാക്കേണ്ടതില്ല. മറ്റുള്ളവർ കഷ്ടപ്പെടരുതെന്നും നിങ്ങൾ കഷ്ടപ്പെടണമെന്നും അല്ല ഞാൻ അർത്ഥം. അങ്ങനെ തെറ്റിദ്ധരിക്കാൻ ഇടയാണ്. അതായത് പലപ്പോഴും അങ്ങനെയാണല്ലോ. എന്തുമാത്രം നന്മ ചെയ്യുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ചിലപ്പോൾ ഇടവയിൽ വിചാരിച്ചമാരൊക്കെ നിഷ്കളങ്കമായിട്ട് ഇത്രയും നല്ല ആരോപണങ്ങൾക്ക് വിധേയരാകുന്നു. ആരോപണം ഉണ്ടാകുന്നത് സംശയമൊന്നും, ആരോപണം ഉണ്ടായിക്കൊള്ളട്ടെ, മനസ്സാക്ഷി നിർമ്മലമായിരുന്നാൽ മതി. മനസ്സാക്ഷി നമ്മുടെ ശക്തി. പലപ്പോഴും ചില ആളുകൾ പരാതി കൊണ്ടും വിഷമം കൊണ്ടും സഹപരിചരിക്കുമെന്ന് പറയുമ്പം നീ ഒന്നും ചെയ്യത്തില്ല, ഞാനൊന്നും ചെയ്യത്തില്ല, കാരണം എനിക്ക് മതി, ഞാൻ അനുഭവിച്ചു, നന്മ ചെയ്തിട്ട് തിന്മ. സഹോദര, അങ്ങനല്ല. നമ്മുടെ കരുത്തെന്ന് പറയുന്നത് മനുഷ്യൻ്റെ അഭിപ്രായമൊന്നുമില്ല. നമ്മുടെ കരുത്ത് മനസ്സാക്ഷിയാണ്. നിൻ്റെ മനസ്സിൽ ദൈവത്തിന് പ്രീതികരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആഹാ, നീ ഇരുമ്പ് പോലെ ഉറഞ്ഞു നീക്കും, ഒരു സംശയമില്ല. മലകളെ വന്നാലും പേടിക്കത്തില്ല, കാരണം കർത്താവ് കൂടെയാണ്. അത് സത്യമായിട്ടും അങ്ങനെ. അവരുടെ സമൃദ്ധിയിൽ നിങ്ങളുടെ കുറവ് നികത്തുന്നതിന് നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്നും അവരുടെ കുറവുകൾ നികത്തും. സമൃദ്ധി എന്ന് പറയാം, ഇത് ദാരിദ്ര്യമുള്ള സഭയാണ് ജെറുസലേമിലെ.
ഇത് സമ്പന്ന സഭയാണ് കൊറിന്തോസിലെ. അവരാരാ കച്ചവടക്കാർ നമുക്കറിയാം. ആഫ്രോട്ടീസ് എന്ന് പറയുന്ന ദേവതയുടെ ക്ഷേത്രമുള്ള സ്ഥലവും വലിയ വ്യാപാര കേന്ദ്രമാണ്. അതൊന്ന് വന്നവരെയാണ് ഒരു സഭാംഗങ്ങളാക്കി. അവർ പണക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സമൃദ്ധിയുണ്ടല്ലോ, അതിൽ നിന്ന് സഹായിക്കണമെന്നും അപ്രകാരം സമത്വം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കണം. എഴുതപ്പെട്ടിരിക്കുന്ന പോലെ അധികം സമ്പാദിച്ചവന് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല, അല്പം സമ്പാദിച്ചതിനൊന്നും കുറവുണ്ടായിരുന്നില്ല. അപ്പം അധികം സമ്പാദിച്ചതിനൊന്നും മിച്ചമുണ്ടായിട്ടില്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് അപ്പസ്തോലൻ പഠിപ്പിക്കും ഇതേ കാര്യം തന്നെ ആദ്യം തൊട്ട് എല്ലാ വായിലും പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട കാര്യം അനുകമ്പയും കരുണയും. അതനുസരിച്ച് മുമ്പോട്ട് പോകാം. മക്കതോനിയക്കാരുടെ മാതൃക എടുത്ത് കാണിച്ചുകൊണ്ട് ഒരു വിശ്വാസം ഉറച്ചു നിന്നുള്ള പട്ടിണിയുടെ സാഹചര്യങ്ങളും മറ്റുള്ളവരെ സഹായിച്ചിരുന്നു. പലപ്പോഴും ചിലപ്പോൾ ആൾ പറയും ഇപ്പം ബുദ്ധിമുട്ടാണ്, ടൈറ്റാണ്. അപ്പോൾ ഉപയോഗിക്കുന്ന വാക്കല്ല പലരും. പാവങ്ങളുടെ സഹായത്തിന് ആളോട് പറയുമ്പോൾ വ്യക്തിപരമായിട്ട് സമ്പത്തുള്ള ആൾ ചിലപ്പം ചിലപ്പോൾ കേട്ടു അച്ഛാ ഇപ്പം പറയണ്ട, ടൈറ്റാണ്. ഇയാളുടെ ടൈറ്റ് ഒരിക്കലും അവസാനിക്കില്ല. ഇയാൾക്ക് സമ്പത്ത് ടൈറ്റില്ല വന്നിട്ട് കൊടുക്കാനും പറ്റിയില്ല. എപ്പോൾ മനുഷ്യന് ആവശ്യമുണ്ടോ അപ്പോൾ കൊടുക്കാൻ വേണ്ടി നീ എനിക്ക് ടൈറ്റാണോ ഇല്ലയോ എന്നുള്ളതല്ല അതിൻ്റെ. ഇപ്പം ഭയങ്കര ടൈറ്റാണ്. ഈ വാക്ക് ദുർവിനിയോഗം ചെയ്യും. അത് ചെയ്യാൻ പാടില്ല. നീ ഇപ്പം ഈ മനുഷ്യന് ആവശ്യമുണ്ട്, അത് സഹായിക്കേണ്ടതുണ്ട്, നിനക്ക് ദൈവം തരും. ആ ഒരു ബോധ്യമുണ്ടെങ്കിൽ ടൈറ്റ് എന്നുള്ള ചിന്തയൊക്കെ മാറും. അപ്പോൾ സ്നേഹമോ ഐതാര്യമോ എന്ന് പറയുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് പട്ടിണിയിൽ കിടക്കുന്ന ആ യൂദയായിലെ ജെറുസലേമിലെ സഭയെ അത് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഫിലിപ്പിയാക്കുള്ള സഹായം ഒക്കെ അങ്ങനെ തന്നെ ചേരും. അതുകൊണ്ട് പിന്നോട്ട് പോകാൻ പാടില്ല. അപ്പോൾ കൃപയുടെ പ്രവർത്തനമാണ് നിർബന്ധം ചെയ്യേണ്ടത്. അതുകൊണ്ട് നന്മ ചെയ്യുന്നത് നിർബന്ധിച്ചാവാൻ പാടില്ല, ദൈവകൃപയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മെ സമ്പന്നനാക്കുന്ന ഈശോയാണ്. അവിടുത്തെ മനോഭാവം വേണം. അപ്പോൾ അതുകൊണ്ട് കൂടുതലും കുറവുമൊക്കെ ദൈവത്തിൻ്റെ കയ്യിലായിരിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് സുവിശേഷത്തിലേക്ക് കടക്കുക. സുവിശേഷം ഇതിൻ്റെ എല്ലാ രത്നം ചുരുക്കമായിട്ട് കർത്താവ് മത്തായിട്ട് സുവിശേഷത്തിന് 6 അധ്യായം നമുക്കറിയാം. അതിൻ്റെ അതിൻ്റെ ഉണ്ടല്ലോ വളരെ കൃത്യമായിട്ട് നേരിട്ട് ഡയറക്റ്റായിട്ട് ഈശോ പറയുന്ന ഭാഗങ്ങളാണ്. നമ്മെ സംബന്ധിച്ചോളം എന്തെല്ലാം പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം, ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അന്നത്തെ ആരോടാണ് പഠിപ്പിക്കുന്നത്? യഹൂദരോട്. അവരുടെ സ്വഭാവം എന്നാ? തെരുവീതികളൊക്കെ പോയി ഉറക്കെ പ്രാർത്ഥിക്കും. ഒച്ച വെച്ച് കഴിഞ്ഞാൽ ആൾ ദൈവം കേൾക്കും. അല്ല ദൈവം കേൾക്കാനല്ല, മനുഷ്യൻ കേൾക്കാനാണ്. വലിയ ഒച്ചപ്പാട്. ചിലപ്പോൾ നമുക്ക് തന്നെ പോകും. ചില പ്രാർത്ഥനാ കൂട്ടായ്മ നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ദൈവത്തെ തുതിക്കുകയും മഹത്വപ്പെടുകയും ചെയ്യുന്നത് നല്ല സ്വരമൊക്കെ ഉണ്ടാകുന്ന തെറ്റൊന്നുമില്ല. പക്ഷേ അതുകൊണ്ടാണ് ദൈവം കേൾക്കുന്നതെന്ന് പറയുന്നത് തെറ്റാണ്, ശരിയൊന്നുമല്ല. അതുപോലെ ദാനധർമ്മം, എന്നിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എന്നെല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പബ്ലിസിറ്റി, പക്ഷേ പെരുന്നാളൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര പബ്ലിസിറ്റിയുടെ ബിസിനസ്സിന് ആവശ്യമായിരിക്കും. ആയിക്കോട്ടെ, എതിരൊന്നുമില്ല. പക്ഷേ മനോഭാവത്തിൽ നിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമായിരിക്കേണ്ടതല്ലേ അത്? മനോഭാവത്തിൽ വിശ്വാസത്തിനെ വല്ലതും സ്വാധീനിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് മക്കൾ പ്രതിഫലിക്കും, അവർക്ക് അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നീ കഴിയുന്ന ദാനധർമ്മം ചെയ്യുന്നതും നീ വലിയ സംഭാവന നൽകുന്നതൊക്കെ പിൻപിലേ പൊള്ളത്തരമായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? നമ്മുടെ ഇടവകയിൽ നിന്ന് സമ്പത്ത് കൂടിയതുകൊണ്ട് ഈ ദോഷങ്ങൾ കണ്ടവാനുമായിട്ടുണ്ട്. ആളാകാൻ വേണ്ടിയിട്ട് പെരുന്നാളിന് പ്രസൻറ്റ് ചെയ്യുക, എന്നിട്ട് അവിടെ ചെന്ന് ഭയങ്കരമായ രീതിയിൽ എക്സ്പെൻസീവായിട്ട് പങ്ക് തൂത്തടിക്കുക. വലിയ ഭയങ്കര പെരുന്നാളാണെന്ന് പേര് കേൾപ്പിക്കുക. ആരെ കേൾപ്പിക്കാനാണ്? നീ അവിടെയുള്ള സഹായത്തിന് ന്യായമായി കൊടുത്തു കഴിഞ്ഞ് നീ മര്യാദയ്ക്കിരിക്കില്ലേ വേണ്ടി? ദൈവം തന്ന സമ്പത്ത് അത് കൊടുക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ അതിൻ്റെ മനോഭാവം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഇടവകയിലും നമ്മുടെ കുടുംബങ്ങളിലുമൊക്കെ ഇപ്പോൾ ഉള്ള ഈ ആർഭാട, അതുപോലെ തന്നെ അതിനേക്കാൾ കൂടിയ അഹങ്കാര മനോഭാവം, അത് ധൂർത്തിൻ്റെ മനോഭാവം ഒന്നും മാറ്റിയെടുക്കാനായിട്ട് കർത്താവെ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞാലൊന്നും മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. സ്വയം ഉള്ളിൽ നിന്ന് ദൈവത്തിൻ്റെ ദൈവകൃപയിൽ മാത്രമേ മാറ്റം ഉണ്ടാകുള്ളൂ. നമ്മളിങ്ങനെ വെറുതെ ഒച്ചവെക്കുന്ന, ബഹളം വെക്കുന്ന ഇങ്ങനെയൊരു സമൂഹമായിട്ട് പരിണമിച്ച ശരിയാണോ? കർത്താവിന് സാക്ഷ്യം വഹിക്കേണ്ടതല്ലേ വേണ്ടി? ദൈവത്തിന് സുവിശേഷം അറിയിക്കല്ലേ വേണ്ടി? നമ്മുടെ എല്ലാ തിരുനാളുകളും എല്ലാ ചടങ്ങുകളും അതിനല്ലേ വിനിയോഗിക്കപ്പെടേണ്ടത്? കർത്താവിനെ പ്രഘോഷിക്കാനല്ലേ? അത് പരസ്യമായിട്ട് പ്രഘോഷിക്കാൻ പങ്കെടുക്കുന്ന ഹൃദയത്തെ സ്പർശിക്കില്ലേ? ഹൃദയം തുടിക്കില്ലേ? ഈശോയെക്കുറിച്ചാണ് പറയുന്നത്. അതല്ലേ തിരുനാളായിട്ട്? അത് സംയുക്തമായിട്ട് ഒന്നും ചെയ്യാൻ ആഘോഷത്തോടെ പറയുമ്പോഴാണ് അത് പ്രദർശനമായിട്ട് മാറുന്നത്, സന്തോഷത്തോടുകൂടി. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ജീവിത വിശ്വാസ തലത്തിൽ നമുക്ക് മനോഭാവത്തിൽ മാറ്റം വരുത്തേണ്ടതാണ്. അതിന് അർത്ഥമില്ലാത്ത രീതിയിൽ ചെണ്ടകൊട്ടി ബഹളം വെച്ച് ഭയങ്കരമായി പ്രകടനം നടത്തി പോകുന്നതല്ല നമ്മൾ തിരുനാളെന്ന കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഈ പ്രകടനങ്ങളൊന്നും വേണ്ട, പ്രസിഡൻ്റൊന്നും വേണ്ട. എന്തായിരുന്നു ആദ്യകാലത്തെ പ്രദർശനം എന്ന് പറയുന്നത്? എന്നാൽ വിശ്വാസത്തിൻ്റെ പരസ്യമായ പ്രഘോഷണം. അതായിരുന്നു വിശ്വാസമുണ്ടായിരുന്നു. പണ്ട് കാലങ്ങളിൽ രൂപ എടുക്കാനൊക്കെ ആളുകൾ ഇങ്ങനെ തള്ളിക്കയറി വരികയില്ല. എന്നിട്ട് എന്താ വരുന്നത്? നല്ല അടുത്ത് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ലഹരിയുടെ ദുർഗന്ധം വമിച്ചുകൊണ്ടാണ് രൂപ എടുക്കാൻ വന്നിരിക്കും. എന്ത് എന്ത് നന്മയാണ് ഉണ്ടാകാൻ പോകുന്നത്? ഉണ്ടാകുമായിരിക്കും, ആയിക്കോട്ടെ, അത് എടുക്കാൻ വന്നല്ലോ, അത്രയായി. പക്ഷേ ഇതാണോ വേണ്ടിയിരുന്നത്? എൻ്റെ നിയോഗത്തിൽ വാസ്തവത്തിൽ ശുദ്ധി വേണ്ടത് നമുക്ക്. ആ ശുദ്ധിയോളം നിയോഗമല്ലേ വേണ്ടത്? അത് ഭംഗിയായിട്ട് പോയി കഴിഞ്ഞാൽ എന്താ കുഴപ്പം?
ചില സാഹചര്യം ചില പട്ടണങ്ങളിലെ ദേവാലയങ്ങളിൽ നല്ല ഭംഗിയായിട്ട് പ്രദർശനം നടത്തിയപ്പോൾ പോലീസ് ഉദ്യോഗന്മാർ ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്നോടും ഒന്ന് ചോദിച്ചിട്ടുണ്ട്, നല്ല സുന്ദരമായ പ്രദർശനം തെരുവീഥിയിലൂടെ നഗരം പറ്റത്തിൽ നടന്നു പോകുമ്പോൾ ഒരു ഇൻഡിസിപ്ലിനുമില്ല, ഒരച്ചടക്കരാഹിത്യവുമില്ല, ഭംഗിയായിട്ട് പോകുമ്പോൾ ഒരു പോലീസിൻ്റെ ആവശ്യമില്ല. ഒന്ന് ഇപ്പം SP എന്ന് പറയും, ഇവിടെ പോലീസിൻ്റെ ആവശ്യമില്ല, അച്ഛൻ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ചോദിക്കുക, പക്ഷേ ഇവർ കള്ളു കുടിക്കുകയില്ല. കാരണം പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടുള്ള എല്ലാ കാര്യങ്ങളും കള്ളു കുടിച്ച് വെള്ളം വെച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കള്ളോ അവർക്ക് ഉപയോഗിക്കുമായിരിക്കും, അവർ വീട്ടിലുണ്ട്, അത് ഒരാവശ്യത്തിന് വേണ്ടി വേണമെന്ന് വെച്ചാൽ. അപ്പോൾ അതുകൊണ്ട് അതേക്കുറിച്ച് അവർക്ക് പുറമേ കാണിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്ന പരിപാടിയൊന്നുമില്ല. ഈ ഡെഡിക്കേറ്റഡായിട്ടുള്ള സമ്പന്നമായ സാംസ്കാരികമായിട്ട് ഉയർന്ന സമൂഹമാണ്. അതാണ് അതിൻ്റെ നന്മ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അർത്ഥവത്താൻ മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിൻ്റെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്നായ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാവില്ല. ഈശോ പറയുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നീ ഉപകാരം ചെയ്യണ്ട. അഥവാ മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടപാർട്ടിക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്ന പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിൻ്റെ മുമ്പിൽ കാഹളം ഊതരുത്. സത്യമായി നമ്മോട് പറയുന്നു, പ്രതിഫലം കിട്ടിക്കഴിഞ്ഞിരിക്കും. ഞാൻ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കാര്യങ്ങൾ കുറേയൊക്കെ ശ്രദ്ധിക്കുക. നമ്മളൊരു പാവപ്പെട്ട വീട് വെച്ച് കൊടുക്കാം, അവിടെ കൊണ്ടുപോയി ഇത് ഡൊണേറ്റഡ് ബൈ എന്ന് എഴുതി വയ്ക്കരുത്. അവിടെ ഒരു കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നുണ്ടേ, അതുങ്ങൾ സ്കൂളിൽ പഠിക്കുവേ, പോയി ചേരുമ്പോൾ ഇവിടെ എഴുതിയാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് എഴുതി വയ്ക്കുക ഡൊണേറ്റഡ് ബൈ പാരീസിൻ്റെ സംഘടനയുടെ പേരായിരിക്കും. തെറ്റാണ്, ചെയ്യാൻ പാടില്ല. ആ കൊച്ചിൻ്റെ ആത്മാഭിമാനം മുറിപ്പെടുത്താൻ നീ വീട് വെച്ച് കൊടുക്കുന്നെങ്കിൽ പിന്നെ നിൻ്റെ അവശിഷ്ടം എന്തിനോട് വെച്ചിരിക്കുന്നത് അവിടെ? എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഈ കാണുന്ന രീതിയിലൊക്കെ ഒന്ന് ഭയങ്കരമായിട്ട് ആഘോഷമായി ഉദ്ഘാടനം നടത്തി താക്കോൽ കൈമാറ്റം നടത്തി എന്നിട്ട് അത് സ്ലാബ് ഉണ്ടാക്കി വയ്ക്കും. തെറ്റാണ്, ചെയ്യാൻ പാടില്ല. ഒരു മനുഷ്യൻ്റെ ആത്മാവിന് മുറിപ്പെടുത്തരുത്. അവിടെ ഒരു കൊച്ചു വളർന്നുള്ളൂ, നിനക്കിട്ട് തിരിച്ചടിക്കും. അവൻ്റെ ജീവിതത്തിൻ്റെ ആത്മാഭിമാനം തകർത്ത് ഈ വീട്, അതുകൊണ്ട് അവൻ വളർന്നു വന്നു കഴിഞ്ഞാണല്ലോ അവൻ തിരിച്ചടിക്കും. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം, ഇങ്ങനെ ചെയ്യുന്ന നന്മയൊക്കെ നന്മ തന്നെയാണ്, പക്ഷേ നന്മയായി നിൽക്കണം എന്ന കാര്യം അവബോധം ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഈ സ്ലാബുകളും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ വീട് വെച്ച് കൊടുക്കുന്ന നല്ല കാര്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ അവസരത്തിൽ നിന്ന് റാങ്കായിട്ട് കൊടുത്തു കഴിഞ്ഞെങ്കിൽ അവരവിടെ കടന്ന് പിന്നെ മഴയത്തൊക്കെ നനയാതെ കയറി വന്നോളും. പക്ഷേ അതിൻ്റെ പേരിൽ ആ പാവപ്പെട്ട കുടുംബത്തിൻ്റെ ആത്മാഭിമാനം തകർക്കാൻ പാടില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നല്ല വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ട് അതിന് ശേഷം ഇത് ഞാൻ കൊടുത്തതാണെന്ന് 10 പേരോട് പറയുന്ന മോശമല്ലേ? ചെയ്യാൻ പാടുള്ളതല്ലോ. ആത്മാഭിമാനത്തെ മുറിവേക്കാൻ പാടില്ല. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാന സംഗതി എന്താണ്? അഭിമാനത്തെ മുറിപ്പെടുന്ന പരിപാടി കാണാൻ പാടില്ല. അതുകൊണ്ട് നീ ദാനധർമ്മം ചെയ്യുമ്പോൾ കർത്താവ് വ്യക്തമായിട്ട് പഠിപ്പിച്ച കാര്യങ്ങളില്ലേ, പിന്നെ എന്തേ നമ്മൾ മറ്റുള്ളവർ അന്വേഷിക്കണോ? അഭിപ്രായം ചോദിക്കാൻ വല്ലവരുടെ അടുത്തും പോകണോ? ഈശോ അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളിലും കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കും. അതാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത്. സത്യമായി നിന്നോട് പറയുന്നു, അവർ പ്രതിഫലം ലഭിച്ചു കഴിക്കണം. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പം നിൻ്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിൻ്റെ പിതാവിന് പ്രാർത്ഥിക്കുക. അപ്പോൾ നിന്നെ അറിയുന്ന പിതാവിന് പ്രതിഫലം തരും എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന പരസ്യ പ്രാർത്ഥന വേണ്ടെന്നല്ല ഈശോ പറഞ്ഞ്, സമൂഹ പ്രാർത്ഥന വേണ്ടെന്നല്ല പറഞ്ഞു. ഇസ്രായേൽ എൻ്റെ ജനമാണ്, 3 ദിവസം യാത്ര ഇവിടെ വന്ന് എനിക്ക് ആരാധന എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് വരാനല്ല പറഞ്ഞേ. ഇവിടെ കർത്താവിൻ്റെ മനോഭാവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നിൻ്റെ മുറിയിൽ കിടന്ന് കഥടയ്ക്കുക, എന്താ നിൻ്റെ ഹൃദയത്തിൻ്റെ മുറിയാണ്. അവിടെ പോയി കടന്നത് ഈശോയുടെ ബന്ധത്തിൽ നിൽക്കാനാണ് പറഞ്ഞത്. അല്ല അതുകൊണ്ട് മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് ഈശോയുടെ ബന്ധത്തിൽ നിൽക്കണം. നിൻ്റെ ഹൃദയത്തിൻ്റെ മുറിയിൽ കർത്താവ് വേണം. അതാണ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ സമൂഹ പ്രാർത്ഥന വേണ്ടെന്നല്ല പറയും. സർവ്വപ്രാർത്ഥന വേണമെന്ന് കർത്താവ് പഠിപ്പിക്കുമോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമോ? സ്വർഗസ്ഥനായ പിതാവെ ഞങ്ങളുടെ പിതാവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചേ എന്നോട് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അക്കറുള്ള കൃത്യമായിട്ട് പ്രാർത്ഥിക്കുമ്പം വിജാതീയരെ പോലെ നിങ്ങൾ എന്താണ് അതിഭാഷണം ചെയ്യരുത്. അതിഭാഷണം വഴി നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്നാണ് അവർ കരുതുന്നത്. നിങ്ങൾ അവരെ പോലെ ആകരുത്. നിങ്ങൾ ചോദിക്കും മുമ്പ് തന്നെ നിങ്ങളെ ആവശ്യം പിതാവ് അറിഞ്ഞിരിക്കും. അതിഭാഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥന ഊറ്റം ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ചെന്നാണ്ട് കരിസ്മാറ്റിക്കുകയാണ്, നല്ല കാര്യങ്ങളാണ്. പക്ഷേ അലർച്ച, നമ്മുടെ ശബ്ദത്തിന് ശക്തി, അത് കേട്ടാണോ കർത്താവ് നിനക്ക് പ്രതിഫലം നൽകാൻ പോകുന്നത്? അതെന്താ ഈ ഭയങ്കര സമുദ്രത്തിൻ്റെ ഇരമ്പൽ ഉണ്ടാക്കിയിട്ടാണോ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരിക? അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ചിട്ട വേണ്ടേ, ക്രമം വേണ്ടേ? വളരെ കൃത്യമായിട്ട് അപ്പസ്തോലൻ ആത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് 12-14 അധ്യായങ്ങളിൽ 1 കൊറിന്ത്യൻസ് ഒന്ന് വായിച്ച് നോക്കുന്നത് നല്ലതാണ്. നിങ്ങളെ പ്രാർത്ഥനാസ്മരണങ്ങൾ അജ്ഞരോ അവിശ്വാസമോ എന്ന് കണ്ടാൽ നിങ്ങൾ ഭ്രാന്താണെന്ന് പറയില്ല എന്ന് ചോദിക്കാൻ കാരണം എന്നൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് അന്നത്തെ ആഫ്രോഡിറ്റത്തെ ക്ഷേത്രങ്ങളിൽ വന്നുകൂടിയ പാർട്ടികളായത് അവരെ തലയിൽ വെള്ളമൊഴിച്ച് സഭയുണ്ടാക്കിയതാണ്. അവരവിടെ കിടന്ന് ആക്രോശിച്ച് പറയും, ഇവിടെ ഒന്ന് ആക്രോശിച്ച് അപ്പസ്തോലനെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവിടെ കറക്ഷൻ കൊടുത്തു.
നമ്മുടെ പ്രാർത്ഥനകൾ ഹൃദയത്തിൽ നിന്നായിരിക്കേണ്ടതാണ്. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്ടുകാരെ പോലെ വിഷാദം ഭാവിക്കരുതും. നിങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു. അതുകൊണ്ട് സത്യമായി നമ്മൾ പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ ഉപവസിക്കുമ്പോൾ അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നത് നീ ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യാം. രഹസ്യം അറിയുന്ന പിതാവും നിനക്ക് അത്ര സുന്ദരമായിട്ടാണ് ഈശോ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. ഇതങ്ങ് അനുധാവനം ചെയ്താൽ പോരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ന് വിചാരിച്ച മറ്റുള്ള പൊതുപ്രാർത്ഥനയും സമൂഹ പ്രാർത്ഥനയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് പിടിപ്പിച്ചേക്കരുത്. ഇതൊക്കെ ആവശ്യമുണ്ട്. മനോഭാവം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് മനോഭാവത്തെ ഏറ്റവും സൂക്ഷിക്കും. ഇവിടെ സമാപിപ്പിക്കാൻ അന്നത്തെ വിധിചിന്തനങ്ങൾ ഈ ഞായറാഴ്ച, മൂന്നാമത്തെ ഞായറാഴ്ച, നോമ്പിന് മൂന്നാമത്തെ ഞായറാഴ്ച കർത്താവ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണ്? കർത്താവ് മുഴുവൻ കരുണയല്ലേ. ആദ്യം തന്നെ വെളിപ്പെടുത്തി എന്താ? അവനെ കോപിക്കുന്നത് വിമുഖൻ, അവൻ കൃപാലുവാണ്, അവൻ കാരുണ്യവാനാണ്, അനന്തമായി അവൻ നന്മ ചെയ്യുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. പിതാക്കന്മാർ തെറ്റിനെ 3-4 തലമുറ ശിക്ഷിക്കുന്നവനാണ്, അത് വേറെ കാര്യം. പക്ഷേ അനന്തമായി നന്മയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ നന്മ എന്ന് പറഞ്ഞാൽ അനന്തമായി. ഇപ്പം കൃപാലുമായ കർത്താവിൻ്റെ മക്കളാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ നോമ്പെന്ന് പറയുന്നത് മുഖമകൃതമാക്കി ഉപവാസം അനുഷ്ഠിച്ച് പട്ടിണി കിടന്ന് നടക്കാൻ വേണ്ടിയിട്ടല്ല, ആനന്ദിക്കാൻ വേണ്ടി. ദൈവത്തിൻ്റെ ആനന്ദം, അവിടുത്തെ സന്നിധിയിൽ നമുക്ക് ദൈവത്തെ പ്രതി, ഈശോയെ പ്രതി ഞാൻ എൻ്റെ ഉപവാസവും പ്രാർത്ഥിക്കും എന്ന ചിന്ത നമുക്കുണ്ടാകുമ്പോൾ അത് അനുഗ്രഹമായി. കർത്താവ് ഈശോ ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ.